ഹലോ ഓൾ, വെൽക്കം ടു സഹകാരി റേസ് പ്ലസ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൊറോണറി ഹാർട്ട് ഡിസീസസിനെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ കൊറോണറി ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് നമ്മുടെ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഇല്ലേ, അതിൻ്റെ അണ്ടറിൽ വരുന്ന വൺ ഓഫ് ദ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസാണ് എന്ത്, കൊറോണറി ഹാർട്ട് ഡിസീസ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കൊറോണറി ഹാർട്ട് ഡിസീസ് എന്താണെന്നും അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെ കൊണ്ടാണ് ഈ കൊറോണറി ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ സിംപ്ലി CHD നമുക്ക് വരുന്നതെന്നുള്ള കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് കൊറോണറി ഹാർട്ട് ഡിസീസ് എന്നുള്ളത് നോക്കാം. ആൻഡ് കൊറോണറി ഹാർട്ട് ഡിസീസ് എന്നും അതിന് നമ്മൾ വേറൊരു പേരും പറയാറുണ്ട്, കൊറോണറി ആർട്ടറി ഡിസീസ് എന്നും പറയാറുണ്ട്. കൊറോണറി ആർട്ടറി ഡിസീസ് എന്നും പറയാറുണ്ട്. അതേപോലെ ഇസ്കമിക് ഹാർട്ട് ഡിസീസ് എന്നും വിളിക്കാറുണ്ട് കേട്ടോ. അപ്പം ഈ മൂന്ന് പേരും പറയാറുണ്ട്, കൊറോണറി ഹാർട്ട് ഡിസീസ്, കൊറോണറി ആർട്ടറി ഡിസീസ് അല്ലെങ്കിൽ ഇസ്കമിക് ഹാർട്ട് ഡിസീസ് എന്നും വിളിക്കാറുണ്ട്. ക്ലിയർ? അപ്പോൾ ഈ മൂന്ന് പേരും ഓർത്തു വെച്ചേക്കാം. അതെന്താണ് കൊറോണറി ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളുടെ ഹാർട്ടിലേക്ക് ബ്ലഡ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഹാർട്ടിലോട്ടുള്ള ബ്ലഡ് ഫ്ലോയിൽ എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻസ് വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ആ ഒരു കണ്ടീഷനാണ് എന്തെന്ന് പറയാ, കൊറോണറി ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പം ഹാർട്ടിലേക്കുള്ള ആ ബ്ലഡ് ഫ്ലോയിൽ ഒരു ഒബ്സ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ ആ ഒരു സർക്കുലേഷൻ, കൊറോണറി സർക്കുലേഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല. സോ ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, കൊറോണറി ഹാർട്ട് ഡിസീസ് എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് ആൻ ഇമ്പയർമെൻറ്റ് ഓഫ് ഹാർട്ട് ഫങ്ഷൻ due to inadequate blood flow to the heart compared to its need, caused by the obstructive change in the coronary circulation to the heart. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളൊക്കെ എന്തൊക്കെയാണ്, ഇമ്പയർമെന്റ് ഓഫ് ഹാർട്ട് ഫങ്ഷൻ, ഹാർട്ട് ഫങ്ഷനിൽ ഒരു അബ്നോർമാലിറ്റി അല്ലെങ്കിൽ ഇമ്പയർമെന്റ് വരാണ്. എന്തുകൊണ്ടാണ്, ഡ്യൂ ടു ദ ഇൻഅഡിക്വേറ്റ് ബ്ലഡ് ഫ്ലോ, അതായത് നമുക്ക് വേണ്ട, അതായത് ഹാർട്ടിലേക്ക് വേണ്ട ബ്ലഡ് ഫ്ലോയിനേക്കാളും കുറവാവുകയാണ് ഇൻഅഡിക്വേറ്റ് ബ്ലഡ് ഫ്ലോ കാരണം. ഈ ഇൻഅഡിക്വേറ്റ് ബ്ലഡ് ഫ്ലോ എങ്ങനെയാണ് വന്നത്, ആ കൊറോണറി സർക്കുലേഷനിൽ എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒബ്സ്ട്രക്റ്റീവ് ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ആ ഒരു കണ്ടീഷനെയാണ് എന്തെന്ന് വിളിക്കുക, കൊറോണറി ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്നത്. സോ CHD അല്ലെങ്കിൽ CAD ഇത് രണ്ടും എന്താണ്, സെയിം ആണ് കേട്ടോ. അതേപോലെ ഇസ്കമിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നതും IHD എന്ന് പറയുന്നതും സെയിം തന്നെയാണ്, മാറിപ്പോവരുത്, മൂന്നും സെയിം ആണ്. അപ്പോൾ ഇതെന്താണ്, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഇമ്പയർമെന്റ് ഓഫ് ഹാർട്ട് ഫങ്ഷൻ ഡ്യൂ ടു ദ ഇൻഅഡിക്വേറ്റ് ബ്ലഡ് ഫ്ലോ ടു ദ ഹാർട്ട് caused by the obstructive change in the coronary circulation to heart. ഹാർട്ടിലേക്കുള്ള ആർട്ടറിയിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് വരുന്ന സമയത്ത് ഉണ്ടാവുന്ന, അപ്പോൾ എന്ത് പറ്റും, ഹാർട്ടിൻ്റെ ഫങ്ഷൻ നോർമൽ അല്ലാതാവും. സോ അങ്ങനെ വരുന്ന ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ കൊറോണറി ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് വൺ ഓഫ് ദ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസിൽ ഒരെണ്ണമാണ് എന്ത്, ഈ കൊറോണറി ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. ആൻഡ് ഈ കൊറോണറി ഹാർട്ട് ഡിസീസസിനെ അക്കോർഡിംഗ് ടു WHO ഇപ്പോൾ പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് അവർ മോഡേൺ എപ്പിഡമിക് എന്നാണ് പറയുന്നത്. മോഡേൺ എപ്പിഡമിക് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്ന ഏതാണ്, ഈ കൊറോണറി ഹാർട്ട് ഡിസീസിനെയാണ്. WHO ഹാസ് ഡ്രോൺ അറ്റൻഷൻ ടു ഫാക്ട് ദാറ്റ് CHD ഈസ് അവർ മോഡേൺ എപ്പിഡമിക്. അതായത് ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനെ അഫക്റ്റ് ചെയ്യുകയാണ് അല്ലേ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ ഡിസീസ് ആയിട്ടാണ് എന്തിനെ കൺസിഡർ ചെയ്യുന്നത്, കൊറോണറി ഹാർട്ട് ഡിസീസിനെ കൺസിഡർ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് അവർ മോഡേൺ എപ്പിഡമിക്, ദാറ്റ് ഈസ് എ ഡിസീസ് ദാറ്റ് അഫക്റ്റ് പോപ്പുലേഷൻ, നോട്ട് ആൻ അൺഅവോയ്ഡബിൾ ആട്രിബ്യൂട്ട് ഓഫ് ഏജിങ്. അപ്പോൾ കൊറോണറി ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി ഡിസീസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഹാർട്ടിൻ്റെ നോർമൽ ഫങ്ഷൻ എന്താവുകയാണ്, അബ്നോർമൽ ആവുകയാണ് ഡ്യൂ ടു ദ ഇൻഅഡിക്വേറ്റ് ബ്ലഡ് ഫ്ലോ. ബ്ലഡ് ഫ്ലോ നോർമൽ ആയിരിക്കില്ല. എന്തുകൊണ്ടാണ് ബ്ലഡ് ഫ്ലോ നോർമൽ ആവാത്തത്, ബിക്കോസ് ആ ആർട്ടറിയിൽ എന്ത് സംഭവിക്കുന്നു, എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടാവുകയാണ്, ലൈക്ക് ഒരു ബ്ലോക്ക് ഉണ്ടാവുകയാണ്. സോ ഇതിനെയാണ് എന്തെന്ന് വിളിക്കുക, കൊറോണറി ഹാർട്ട് ഡിസീസ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. NCDസിൽ വൺ ഓഫ് NCD എന്ന് പറയുന്നത് ഇതാണ്, കൊറോണറി ഹാർട്ട് ഡിസീസ് ആണ്. ക്ലിയർ?
സോ കൊറോണറി ഹാർട്ട് ഡിസീസ് മേ മാനിഫെസ്റ്റ് ഇറ്റ് സെൽഫ് ഇൻ മെനി പ്രസന്റേഷൻ. പല രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്യാറുണ്ട് നമുക്ക്, അതായത് ആൾക്കാരിൽ പല രീതിയിൽ അത് മാനിഫെസ്റ്റ് ചെയ്യാറുണ്ട്. ഒന്ന് ആൻജിന പെക്ടോറിസ് ഓർ എഫേർട്ട് ആൻജിന എന്ന് പറയും. ഓക്കെ, ആൻജിന പെക്ടോറിസ് ഓർ ആൻജിന എന്ന് പറയും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ടാവില്ലേ, അതാണ് കേട്ടോ ചെസ്റ്റ് പെയിൻ. പെട്ടെന്നുണ്ടാവുന്ന ചെസ്റ്റ് പെയിൻ ആണ് ആൻജിന പെക്ടോറിസ് അല്ലെങ്കിൽ എഫേർട്ട് ആൻജിന എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സ്റ്റേബിൾ ആൻജിന എന്ന് നമ്മൾ വിളിക്കും കേട്ടോ. സ്റ്റേബിൾ ആൻജിന, എഫേർട്ട് ആൻജിനെ സ്റ്റേബിൾ ആൻജിന എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നെന്ന് പറയുന്നത്. സഡൻ ആയിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു ചെസ്റ്റ് പെയിൻ, ഒരു പ്രഷറൊക്കെ നമ്മുടെ നെഞ്ചിന്റെ മണ്ടയിൽ എന്തോ എടുത്ത് വെച്ചേക്കുന്ന പോലെ ഒരു പ്രഷർ നമുക്ക് ഫീൽ ചെയ്യും, ഒരു ചെസ്റ്റ് പെയിൻ. അതാണ് ആൻജിന പെക്ടോറിസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് മയോകാർഡിയൽ ഇൻഫാക്ഷൻസ് എന്ന് പറയും. അതായത് നമുക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നതാണ് അല്ലേ. അതായത് അതായത് ഹാർട്ടിലേക്കുള്ള ബ്ലഡ് വെസൽസിൽ എന്തുണ്ടാവും, ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ടാവുന്നതാണ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻസ് അല്ലെങ്കിൽ MI. ഓക്കെ, ഇറഗുലാരിറ്റി ഓഫ് ഹാർട്ട് ബീറ്റിൽ ഇറഗുലാരിറ്റി ഉണ്ടാവും, അതും ഒരു എക്സ്പ്രഷനാണ്. പിന്നെ കാർഡിയാക് ഫെയിലിയർ ഉണ്ടാവും, സഡൻ ഡെത്ത്. ഇതൊക്കെയാണ് CHDയുടെ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ പ്രസന്റേഷൻ എന്ന് പറയാം. ഒന്ന് ആൻജിന പെക്ടോറിസ്, നമുക്ക് പെട്ടെന്ന് ഉണ്ടാവുന്ന ചെസ്റ്റ് പെയിൻ. ഓക്കെ, അല്ലെങ്കിൽ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻസ്, ഇറഗുലാരിറ്റി ഓഫ് ദ ഹാർട്ട്, കാർഡിയാക് ഫെയിലിയർ, സഡൻ ഡെത്ത്. ഇതൊക്കെയാണ് മെയിനായിട്ടും കാണുന്നത്. ക്ലിയർ? ആൻഡ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് സ്പെസിഫിക് ആയിട്ട് കൊറോണറി ഹാർട്ട് ഡിസീസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻസ് അതായത് രണ്ടും എന്താണ്, ബ്ലഡ് വെസൽസിൽ എന്തുണ്ടാവുന്നു, ബ്ലോക്ക് ഉണ്ടായ വഴി ബ്ലഡ് ഫ്ലോ പ്രിവെന്റ് ചെയ്യാണ്. ബ്ലഡ് ഫ്ലോ കറക്റ്റ് നടക്കാതെ വരുമ്പോൾ ഉണ്ടാവുന്നതാണ് ഈ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഹാർട്ട് അറ്റാക്ക് നമ്മൾ പറയില്ലേ അത്. അപ്പോൾ അതെന്താണ്, കൊറോണറി ഹാർട്ട് ഡിസീസിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരെണ്ണമാണ്. ഓക്കെ, ആൻജിന പെക്ടോറിസും സഡൻ ഡെത്തും ഒക്കെ നമുക്ക്, അതായത് കൊറോണറി ഹാർട്ട് ഡിസീസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് ആയതുകൊണ്ട് മാത്രം വരുന്നതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ല. ബട്ട് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്താണ്, ബ്ലഡ് ഫ്ലോ ബ്ലോക്ക് കൊണ്ട് മാത്രം ഉണ്ടാവുന്ന ഒന്നാണ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ. ബട്ട് ആൻജിന പെക്ടോറിസും സഡൻ ഡെത്തും ഒക്കെ നമുക്ക് വേറെയും കണ്ടീഷൻസ് കൊണ്ടും ഉണ്ടാവാറുണ്ട്. ചെസ്റ്റ് പെയിൻ ഒക്കെ ബ്ലഡ് ഫ്ലോയിൽ ബ്ലോക്ക് കൊണ്ട് മാത്രം എന്തുണ്ടാവില്ല, ആൻജിന പെക്ടോറിസ് ഉണ്ടാവണമെന്നില്ല, വേറെയും റീസൺസ് അവിടെ വരും. സോ സ്പെസിഫിക് ആയിട്ട് വരുന്നത് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ആണ് കേട്ടോ. ബാക്കിയെല്ലാം എന്താണ്, വേറെയും കണ്ടീഷൻസിൽ വരാം. അതേപോലെ റുമാറ്റിക് ഹാർട്ട് ഡിസീസ്, അതേപോലെ കാർഡിയോമയോപ്പതിയും എന്ന് പറയുന്നത് കൺഫ്യൂഷൻസ് ഉണ്ടാക്കും. അതായത് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഹാർട്ടിൽ വരുന്ന ഒരു അബ്നോർമാലിറ്റി ആണ് റുമാറ്റിക് ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ കാർഡിയോമയോപ്പതി എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിന്റെ മസിൽസിൽ വരുന്ന അബ്നോർമാലിറ്റി ആണ് കാർഡിയോമയോപ്പതി. ഇത് രണ്ടും നമുക്ക് ഈ CHD ആയിട്ട് എന്താണ് ഒരു കൺഫ്യൂഷൻ വരാറുണ്ട്, ഡയഗ്നോസ്റ്റിക് കൺഫ്യൂഷൻ വരാറുണ്ട് ഇത് മൂന്നും തമ്മിൽ. ഓക്കെ, ആൻഡ് ഡെത്ത് മേ ഒക്കേഴ്സ് ഇൻ ദ ഫസ്റ്റ് എപ്പിസോഡ് ഓർ ആഫ്റ്റർ എ ലോങ് ഹിസ്റ്ററി ഓഫ് ഡെത്ത്. ഒന്നെങ്കിൽ ഫസ്റ്റ് എപ്പിസോഡ് ആദ്യമായിട്ട് വരുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ ഡെത്ത് ഉണ്ടാവാറുണ്ട് പലർക്കും. ചിലർക്കൊക്കെ എന്താണ് കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും എന്ത് വരിക, ഈ ഡെത്ത് ഒക്കർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെത്ത് ആവുന്നത്. ഓക്കെ, ഇനി നമുക്ക് ബേർഡൻ ഓഫ് ദ ഡിസീസ്, ആ ഡിസീസ് കൊണ്ട് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് വരുന്നത് അല്ലെങ്കിൽ എത്രമാത്രം ഇമ്പാക്റ്റ് ആണ് ഉള്ളതെന്നൊന്ന് നോക്കാം. അതായത് കൊറോണറി ഹാർട്ട് ഡിസീസിന്റെ അതിൽ ഫസ്റ്റ് വണ്ണാണ് പ്രൊപ്പോർഷണൽ മോർട്ടാലിറ്റി റേഷ്യോ. അത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രൊപ്പോർഷൻ നോക്കും, ഓൾ ഡെത്ത്, അതായത് ഉണ്ടായിട്ടുള്ള ഓൾ ഡെത്ത് കോൺട്രിബ്യൂട്ട് ടു ഇറ്റ്, അതിൻ്റെ ഒരു പ്രൊപ്പോർഷനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, പ്രൊപ്പോർഷണൽ മോർട്ടാലിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് മെഷർ is the proportionality mortality rate, that is the proportion of all death currently attribute to it. For example, about 30% of death in men, 25% of death in women എന്തുകൊണ്ടായിരിക്കാം, ഈ കൊറോണറി ഹാർട്ട് ഡിസീസ് കൊണ്ടായിരിക്കാം. അപ്പോൾ ടോട്ടലി എത്ര മാത്രം ഈ കൊറോണറി ഹാർട്ട് ഡിസീസ് കൊണ്ടുണ്ടായ ഡെത്ത്, അതിനെയാണ് പ്രൊപ്പോർഷണൽ മോർട്ടാലിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അതായത് ടോട്ടൽ ഡെത്തിൽ എത്ര പെർസെൻറ്റേജ് ആണ് അല്ലെങ്കിൽ എത്ര പ്രൊപ്പോർഷനാണ് കൊറോണറി ഹാർട്ട് ഡിസീസ് കൊണ്ട് ഉണ്ടായിരിക്കുന്നത്, അതിനെയാണ് പ്രൊപ്പോർഷണൽ മോർട്ടാലിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ 30% ഓഫ് ഡെത്തും ആണുങ്ങളിൽ 30% കൊറോണറി ഹാർട്ട് ഡിസീസ് കൊണ്ടാണ്. അതേപോലെ ഫീമെയിൽസിൽ അല്ലെങ്കിൽ വിമനിൽ 25% എന്താണ്
കൊറോണറി ഹാർട്ട് ഡിസീസ് കൊണ്ടാണ് ഡെത്ത് ഉണ്ടായിരിക്കുന്നത്. അത് വെസ്റ്റേൺ കൺട്രീസിലെ ഒരു വാല്യൂ ആണ് ഈ കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 30% ഓഫ് ഡെത്ത് ഇൻ മെൻ ആൻഡ് 25% ഓഫ് ഡെത്ത് ഇൻ വിമൻ ആർ ഡ്യൂ ടു കൊറോണറി ഹാർട്ട് ഡിസീസ്. ക്ലിയർ? ആ ഒരു വാല്യൂ ഒന്ന് ഓർത്ത് വെച്ചിക്കോ കേട്ടോ. 30% ഓഫ് ഡെത്ത് ഇൻ മെൻ ആൻഡ് 25% ഓഫ് ഡെത്ത് ഇൻ വിമൻ. നെക്സ്റ്റ് വൺ ഇസ് ലോസ് ഓഫ് ലൈഫ് എക്സ്പെക്റ്റൻസി. അതായത് ലൈഫ് എക്സ്പെക്റ്റൻസി എന്താണ്? ഷോർട്ട് ഓൺ ചെയ്യുന്നുണ്ട്. കൊറോണറി ഹാർട്ട് ഡിസീസ് ഷോർട്ട് ദ ലൈഫ് എക്സ്പെക്റ്റൻസി. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവറേജ് ഗെയിൻ ഇൻ ലൈഫ് എക്സ്പെക്റ്റൻസി ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ കൊറോണറി ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ കാർഡിയോ വാസ്കുലർ ഡിസീസ് കാരണം എന്ത് പറ്റുന്നുണ്ട്? ഒരുപാട് കുറയുന്നുണ്ട്. ലൈഫ് എക്സ്പെക്റ്റൻസി എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് കുറയുന്നുണ്ട്. ഓക്കെ. So, calculations have been made for the average gain in life expectation that would follow a complete elimination of all cardiovascular death if other mortality rate remain unchanged. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാ മോർട്ടാലിറ്റി റേറ്റ് നമ്മൾ അൺചേഞ്ച് ആക്കി വെച്ചിട്ട് ഈ കാർഡിയോവാസ്കുലർ ഡിസീസസ് നോക്കുകയാണ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുക? അതായത് ലൈഫ് എക്സ്പെക്റ്റൻസി എങ്ങനെയാണ് വരിക? കുറയാണ് ചെയ്യുക. സോ കാർഡിയോവാസ്കുലർ ഡിസീസസ് എന്ത് ചെയ്യുന്നുണ്ട്? അല്ലെങ്കിൽ കൊറോണറി ഹാർട്ട് ഡിസീസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് ഷോർട്ട്സ് ദ ലൈഫ് എക്സ്പെക്റ്റൻസി. ലൈഫ് എക്സ്പെക്റ്റൻസി എന്ത് ചെയ്യുന്നുണ്ട്? ഷോർട്ടൺ ആക്കുന്നുണ്ട് അല്ലെങ്കിൽ കുറയ്ക്കുന്നുണ്ട്. ഓക്കെ. ഇനി അടുത്തൊരു ടേമാണ് CHD ഇൻസിഡൻസ് റേറ്റ് എന്ന് പറയുന്നത്. ഇൻസിഡൻസ് റേറ്റ്. സോ ഇറ്റ് ഈസ് ദ സം ഓഫ് ഫേറ്റൽ ആൻഡ് നോൺ ഫേറ്റൽ അറ്റാക്ക് റേറ്റ് ആണ്. അതായത് ഫേറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്? ഡെത്ത് ആക്കുന്നതും നോൺ ഫേറ്റൽ ആയിട്ടുള്ള അറ്റാക്ക് റേറ്റിന്റെ സമ്മിനെയാണ് നമ്മൾ ഇൻസിഡൻസ് റേറ്റ് എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ സം ഓഫ് ഫേറ്റൽ ആൻഡ് നോൺ ഫേറ്റൽ അറ്റാക്ക് റേറ്റ്. ഓക്കെ അല്ലേ? ഇറ്റ് ഈസ് ദ സം ഓഫ് ഫേറ്റൽ ആൻഡ് നോൺ ഫേറ്റൽ അറ്റാക്ക് റേറ്റിനെയാണ് ഇൻസിഡൻസ് റേറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് ആയിട്ട്, അതായത് ഇത് രണ്ടും ഡിഫറൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻസിഡൻസ് കാൽക്കുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത് കുറച്ച് ഡിഫിക്കൾട്ടാണ് കേട്ടോ. സോ കുറച്ച് ഡിഫിക്കൾട്ടാണ് ഈ ഇൻസിഡൻസ് റേറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത്. ബട്ട് മോർട്ടാലിറ്റി റേറ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ടൊരു കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ മോർട്ടാലിറ്റി റേറ്റിനെ നമ്മൾ ഇൻഡിക്കേറ്റർ ഓഫ് ഇൻസിഡൻസ് ആയിട്ട് കൺസിഡർ ചെയ്യാറുണ്ട്. ക്രൂഡ് ഇൻഡിക്കേറ്റർ ഓഫ് ഇൻസിഡൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. സോ ഇൻസിഡൻസ് റേറ്റ് എന്ന് പറയുന്നത് CHD ഇൻസിഡൻസ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ സം ഓഫ് ഫേറ്റൽ ആൻഡ് നോൺ ഫേറ്റൽ അറ്റാക്ക് റേറ്റ് ആണ്. ഓക്കെ. നെക്സ്റ്റ് വൺ ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റ്സ് ആണ് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പം നമ്മൾ ഏജ് നോക്കുന്ന സമയത്ത്, അതായത് കോഴ്സസ് എന്തൊക്കെ കൊണ്ടാണ് കൊറോണറി ഹാർട്ട് ഡിസീസ് ഉണ്ടാവുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ അതിലെ മെയിൻ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്, ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഏജ് ആണ്. സോ നമുക്ക് അതുകൊണ്ട് തന്നെ ഏജ് സ്പെസിഫിക് റേറ്റും കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റ് സജസ്റ്റ് എ ട്രൂ ഇൻക്രീസ് ഇൻ ദ ഇൻസിഡൻസ്. അതായത് ഏജ് കൂടുന്തോറും എന്ത് സംഭവിക്കുന്നുണ്ട്? കൊറോണറി ഹാർട്ട് ഡിസീസിന്റെ എമൗണ്ടും അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ഡെത്തും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഇൻക്രീസസ് ദ ഇൻസിഡൻസ്. ഓക്കെ. സോ പ്രിവലൻസ് റേറ്റ് ആണ് ഇനി അടുത്ത് നോക്കുന്നത്. പ്രിവലൻസ് ഓഫ് കൊറോണറി ഹാർട്ട് ഡിസീസ് ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ഫ്രം ക്രോസ് സെക്ഷണൽ സർവേസ് വെച്ചിട്ടും അതുപോലെ ECG യൂസ് ചെയ്തിട്ടുള്ള ക്രോസ് സെക്ഷണൽ സർവേസ് വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം? അതേപോലെ പ്രൊലോങ്ഡ് ചെസ്റ്റ് പെയിൻ ഉണ്ടെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഹിസ്റ്ററി നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പ്രിവലൻസ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ പ്രിവലൻസ് ഓഫ് CHD ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ഫ്രം ക്രോസ് സെക്ഷണൽ സർവേ യൂസിങ് ECG for evidence of infractions and history of prolonged chest pain. ഇപ്പോൾ prolonged chest pains അല്ലെങ്കിൽ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻസ് ഒക്കെ നമുക്ക് എന്താണ്? ക്രോസ് സെക്ഷണൽ സർവേസ് യൂസ് ചെയ്തിട്ട്, ലൈക്ക് ECG വെച്ചിട്ടുള്ള ക്രോസ് സെക്ഷണൽ സർവേസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എത്രമാത്രം ഉണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രിവലൻസ് എത്ര ആണ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. നെക്സ്റ്റ് വൺ ഈസ് കേസ് ഫെറ്റാലിറ്റി റേറ്റ്. അപ്പോൾ കേസ് ഫെറ്റാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് അതൊരു proportion of attacks that are fatal within 28 days of onset. 28 days of onsetൽ ഫേറ്റൽ ആയിട്ട് മാറിയിട്ടുള്ള കൊറോണറി ഹാർട്ട് ഡിസീസസിനെയാണ് നമ്മൾ കേസ് ഫെറ്റാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. സോ കേസ് ഫെറ്റാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രൊപ്പോർഷൻ ഓഫ് അറ്റാക്സ്. എത്ര അറ്റാക്സ് ഉണ്ട് ദാറ്റ് ആർ ഫേറ്റൽ വിത്തിൻ 28 days ഓഫ് ഓൺസെറ്റ്. തുടങ്ങി 28 ദിവസത്തിനുള്ളിൽ എത്ര മരണം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കേസ് ഫെറ്റാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? കേസ് ഫെറ്റാലിറ്റി റേറ്റ് 28 days ഓഫ് ഓൺസെറ്റിന് എന്താണ് ഫേറ്റൽ ആയിട്ടുള്ള
കൊറോണറി ഹാർട്ട് ഡിസീസ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതാണ് ഈ കേസ് ഫെറ്റാലിറ്റി റേറ്റ്. So, the International Society and Federation of Cardiology has suggested that sudden death എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ sudden death അതായത് പെട്ടെന്നുണ്ടായ മരണം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ it is defined as occurring instantly or within an estimated 24 hours of onset of acute symptoms or signs. ഒരു acute symptom അല്ലെങ്കിൽ സൈൻ വന്ന ഒരു ചെസ്റ്റ് പെയിൻ വന്നിട്ടോ അങ്ങനെ വന്നു കഴിഞ്ഞ് സഡൻ ആയിട്ട് അപ്പം തന്നെ മരിക്കുകയാണെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് മരിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ 24 അവേഴ്സിനുള്ളിൽ മരിക്കുകയാണെങ്കിലോ ആ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ അങ്ങനെ മരണം സംഭവിക്കുകയാണെങ്കിലോ ആണ് സഡൻ ഡെത്ത് എന്ന് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സഡൻ ഡെത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡെത്ത് ഒക്കറിങ് ഇൻസ്റ്റന്റ്ലി, അപ്പം തന്നെ സൈൻ ഉണ്ടായി അല്ലെങ്കിൽ സിംറ്റം ഉണ്ടായി അപ്പം തന്നെ മരണം ഉണ്ടാവുകയോ അല്ലെങ്കിൽ 24 അവേഴ്സിനുള്ളിൽ മരണം സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് സഡൻ ഡെത്ത് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം കേസ് ഫെറ്റാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? 28 ഡേയ്സിനുള്ളിൽ മരണം സംഭവിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് കേസ് ഫെറ്റാലിറ്റി റേറ്റ് എന്ന് പറയാം. ആ പ്രൊപ്പോർഷനെയാണ് കേസ് ഫെറ്റാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് സഡൻ ഡെത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സൈൻ അല്ലെങ്കിൽ സിംറ്റം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ 24 അവേഴ്സിനുള്ളിൽ മരണം സംഭവിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് സഡൻ ഡെത്ത്. ഓക്കെ, ഇനി നമുക്ക് മെഷർമെന്റ് ഓഫ് റിസ്ക് ഫാക്ടർ ലെവൽസ് നോക്കാം. മെയിനായിട്ടും നമ്മൾ മെഷർ ചെയ്യുന്നത് മെയിനായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് സിഗരറ്റ് സ്മോക്കിംഗ് ആണ് ഒന്ന്, അതായത് അതുകൊണ്ടാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ, ഹൈ ബ്ലഡ് പ്രഷർ, ആൽക്കഹോൾ കൺസപ്ഷൻ, അതേപോലെ സിറം കൊളസ്ട്രോൾ. ഇത് ഇത്രയാണ് നമ്മൾ മെയിനായിട്ടും മെഷർ ചെയ്യേണ്ടത്. അതായത് മെയിനായിട്ടും ഒരു CHDക്ക് നമ്മൾ മെഷർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഈ 4 എണ്ണമാണ്. ഏതൊക്കെയാണ്? സിഗരറ്റ് സ്മോക്കിംഗ്, ബ്ലഡ് പ്രഷർ, ആൽക്കഹോൾ കൺസപ്ഷൻ ആൻഡ് സിറം കൊളസ്ട്രോൾ. അപ്പം ഈ ഒരു ലെവൽസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ഒരു കമ്മ്യൂണിറ്റിയിൽ കൊറോണറി ഹാർട്ട് ഡിസീസ് വരാൻ ചാൻസ് ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ അത് ഹൈ ആണോ ലോ ആണോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. എനിക്ക് മെഡിക്കൽ കെയർ നമ്മൾ കൊടുക്കുന്നതും ഈ ലെവൽ ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് സിഗരറ്റ് സ്മോക്കിംഗ് എത്ര ഉണ്ട്, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ എത്ര ആണ്, അല്ലെങ്കിൽ ആൽക്കഹോൾ കൺസപ്ഷൻ ഉണ്ടോ, അത് ഹൈ ആണോ, സിറം കൊളസ്ട്രോളിൻ്റെ ലെവൽ ഹൈ ആണോ, ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും നമ്മൾ അവർക്ക് വേണ്ട മെഡിക്കൽ കെയറും പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഇനി നമ്മൾ എപ്പിഡെമിസിറ്റി ആണ് നോക്കാൻ പോകുന്നത്. അപ്പം അത് നോക്കുകയാണെങ്കിൽ പല സ്ഥലത്തും പല രീതിയിലായിരിക്കും. അതായത് ഓരോ ഏരിയാസ് അല്ലെങ്കിൽ ഓരോ കമ്മ്യൂണിറ്റിയിലും പല ഹാബിറ്റ് ആയിരിക്കുമല്ലോ പലർക്കും. അപ്പോൾ അതനുസരിച്ചായിരിക്കും എന്ത് സംഭവിക്കാം, ഈ കൊറോണറി ഹാർട്ട് ഡിസീസിൻ്റെ ഓൺസെറ്റ് അല്ലെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ അല്ലെങ്കിൽ ലെവല് വരുന്നത്. ഓക്കെ, അപ്പം ഡിക്ലൈൻ ഇൻ CHD മോർട്ടാലിറ്റി ഇൻ US ആൻഡ് അതർ കൺട്രി ഹാസ് ബീൻ അട്രിബ്യൂട്ട് ടു ചേഞ്ച് ഇൻ ലൈഫ് സ്റ്റൈൽ ആൻഡ് റിലേറ്റഡ് റിസ്ക് ഫാക്ടേഴ്സ്. റിലേറ്റഡ് റിസ്ക് ഫാക്ടേഴ്സും അതുപോലെ ലൈഫ് സ്റ്റൈലിലും ചേഞ്ചസ് കൊണ്ടുവരുമ്പോൾ, പോസിറ്റീവ് ചേഞ്ചസ് കൊണ്ടുവരുന്ന സമയത്ത് അല്ലെങ്കിൽ കൊണ്ടുവരുമ്പോൾ എന്ത് സംഭവിക്കാറുണ്ട്, ഈ CHD മോർട്ടാലിറ്റി റേറ്റ് എന്ത് ചെയ്യും, കുറയുന്നുണ്ട്. US-ലും അതേപോലെ അതർ കൺട്രീസിലും അല്ല. നമ്മളൊരു പ്രോപ്പർ ഡയറ്റ് അല്ലെങ്കിൽ നമ്മളുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് ചേഞ്ചസ് കൊണ്ടുവരികയും നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ടുള്ള ഈ ആൽക്കഹോൾ കൺസപ്ഷൻ, സ്മോക്കിംഗ് ഇതൊക്കെ നമ്മൾ കുറയ്ക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, CHDയുടെ ലെവല് കുറയുന്നുണ്ട്. ഓക്കെ, സോ അതിൽ തന്നെ ഡയറ്റ് ആൻഡ് ഡയറ്റ് ഡിപ്പെൻഡൻറ്റ് സിറം കൊളസ്ട്രോൾ ആണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത്. അല്ല സിഗരറ്റ് യൂസും എക്സസൈസ് ഹാബിറ്റും ആണ് മെയിനായിട്ടുള്ള നമ്മൾ കൺട്രോൾ ചെയ്യേണ്ട കാര്യം. അതേപോലെ ഹൈപ്പർ ടെൻഷന് നമ്മൾ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യണം. അപ്പോൾ നമുക്കൊരു സിഗരറ്റ് യൂസും കൺട്രോൾ ചെയ്ത് എക്സസൈസ് ഹാബിറ്റും ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് അതിൻ്റെ കൂടെ എന്താണ് ഹൈപ്പർ ടെൻഷനും ഒന്ന് കൺട്രോൾ ചെയ്യുവാണെങ്കിൽ വി ക്യാൻ റെഡ്യൂസ് ദ റിസ്ക് ഓഫ് കൊറോണറി ഹാർട്ട് ഡിസീസ്, അല്ലെങ്കിൽ അതിൻ്റെ മോർട്ടാലിറ്റി റേറ്റ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. സോ ദ റീസൺ ഫോർ ചേഞ്ചിങ് ട്രെൻഡ് ആർ നോട്ട് പ്രിസൈസ്ലി നോൺ. നമുക്ക് ഇതുകൊണ്ടാണ് ഇത്രയും ചേഞ്ച് അല്ലെങ്കിൽ കുറഞ്ഞു വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ആ ഒരു സർവേ അതെന്ന് പറയുന്നതാണ് WHO has completed a project known as MONICA. MONICA എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്, ദാറ്റ് ഈസ് മൾട്ടിനാഷണൽ മോണിറ്ററിംഗ് ഓഫ് ട്രെൻഡ് ആൻഡ് ഡിറ്റർമിനന്റ് ഇൻ കാർഡിയോവാസ്കുലർ ഡിസീസസ്. അപ്പം കാർഡിയോവാസ്കുലർ ഡിസീസസിന് ആ ട്രെൻഡ് അല്ലെങ്കിൽ അതെങ്ങനെയാണ്, കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ, ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ US-ലൊക്കെ ഡിക്ലൈൻ ചെയ്ത് വരികയാണ് എന്ന് പറഞ്ഞു. അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുക, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നു ഈ മൊണീക്ക എന്ന് പറയുന്നത്. WHO ആണ് ആ ഒരു പ്രോജക്റ്റ് കൊണ്ടുവരുന്നത് കേട്ടോ. നെയിം എന്താണ്, മൊണീക്ക, മൾട്ടിനാഷണൽ മോണിറ്ററിംഗ് ഓഫ് ട്രെൻഡ് ആൻഡ് ഡിറ്റർമിനന്റ് ഇൻ കാർഡിയോവാസ്കുലർ ഡിസീസ്. ഓക്കെ, ക്ലിയർ അല്ലേ? അതിൻ്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെച്ചേക്കാം.
ഓക്കെ. ആൻഡ് നമ്മൾ നേരത്തെ പറഞ്ഞു WHO എന്താണ് CHD ഒരു എമേർജിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ മോഡേൺ എപ്പിഡമിക് ആയിട്ടാണ് കൺസിഡർ ചെയ്തിരിക്കുന്നത് അല്ലേ. അത് ആദ്യമൊക്കെ എന്താണ് കൂടുതലും കണ്ടുവന്നിരുന്നത് ഹയർ സോഷ്യൽ ക്ലാസ്സസിലാണ് മെയിനായിട്ടും ഈ ഒരു കണ്ടീഷൻ, അതായത് CHD മെയിനായിട്ടും വന്ന് അല്ലെങ്കിൽ കൂടുതലായിട്ട് കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ. കൂടുതൽ ആ ഒരു സൊസൈറ്റിയിലുള്ള ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്കായിരുന്നു കൂടുതലും ഈ CHD കണ്ടുവന്നിരുന്നത്. ഓക്കെ. സോ നമുക്ക് എങ്ങനെ പറയാം ഡെവലപ്ഡ് കൺട്രീസിൽ എന്താണ് ഹയർ പ്രോബ്ലം ആയിട്ട് നിൽക്കുന്നത് എന്താണ് CHD തന്നെയാണ്. ബട്ട് അതെന്ത് ചെയ്യുന്നുണ്ട്, സ്ലോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, സ്ലോ ആയിട്ട് വരുന്നുണ്ട്. ബട്ട് ഈവൻ സ്ലോ ആവുകയാണെങ്കിലും ഏറ്റവും ഹയർ ആയിട്ട് നിൽക്കുന്നതും എന്ത് തന്നെയാണ്, CHD ലെവൽ തന്നെയാണ്, അല്ലെങ്കിൽ CHD കണ്ടീഷൻസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു ഡിസീസാണ് കൂടുതലും നിലനിൽക്കുന്നത്. സോ in many developed countries CHD still poses the largest public health problem, but അത് എന്താവുന്നുണ്ട്, ഡിക്ലൈൻ ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ. ഇനി നമുക്ക് കൊറോണറി ഹാർട്ട് ഡിസീസ് ഇൻ ഇന്ത്യ ഒന്ന് നോക്കാം. ഇപ്പം നമ്മൾ US അതേപോലെ ഡെവലപ്ഡ് കൺട്രീസിലെ കാര്യങ്ങൾ പറഞ്ഞു. അവർക്ക് എന്താണ് ഇപ്പം കുറഞ്ഞു വരികയാണ്, ഡ്യൂ ടു ദ ചേഞ്ച് ഇൻ ലൈഫ് സ്റ്റൈൽ ഒക്കെ കൊണ്ട് അവരെന്താണ് കുറച്ച് കൊണ്ടുവരികയാണ്. ബട്ട് ഈവൻ ദോ കുറയുന്നുണ്ടെങ്കിലും അത് തന്നെയാണ് ബാക്കിയുള്ളത് എടുത്ത് നോക്കുവാണെങ്കിലും അതാണ് ഹൈ ആയിട്ട് നിൽക്കുന്നത്, കൊറോണറി ഹാർട്ട് ഡിസീസസ്. ഇനി ഇന്ത്യയുടെ കാര്യം നമുക്ക് നോക്കുവാണെങ്കിൽ ലാസ്റ്റ് ഡെക്കേഡ്സ് എടുത്ത് നോക്കുവാണെങ്കിൽ അവിടെ എന്താണ് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഡെത്ത് ആണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ പ്രിവലൻസ് ഓഫ് CHD എന്താണ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇന്ത്യയിൽ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൂടുതലും നമ്മൾ അർബൻ ഏരിയാസിലായിരുന്നു ആദ്യം കൂടുതലായിട്ട് ഇരുന്നത്. ഇപ്പം എന്ത് സംഭവിക്കുന്നുണ്ട്, റൂറൽ ഏരിയാസിലും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഡെക്കേഡ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അർബൻ ഏരിയാസിൽ ഹൈ എമൗണ്ട് അല്ലെങ്കിൽ ലാർജ് ഇൻക്രീസ് ആണ് കാണിക്കുന്നത് ഇൻ ദ പ്രിവലൻസ് ഓഫ് CHD. ഇപ്പം എന്താണ് റൂറൽ ഏരിയാസിലും വരുന്നുണ്ട് കേട്ടോ, കൂടുതലായിട്ട് കാണുന്നുണ്ട്. ഓക്കെ അല്ലേ. അതിന് മെയിനായിട്ടുള്ള അർബൻ ഏരിയാസിലായിരിക്കും കൂടുതലും എന്ത് ലൈഫ് സ്റ്റൈല് കുറച്ചും കൂടെ നമുക്കൊരു അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽസ് ഒക്കെ അല്ലേ അർബൻ ഏരിയാസിൽ. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് കൂടുതലായിട്ട് കാണുകയും. ബട്ട് റൂറൽ ഏരിയാസിലും ഇപ്പോൾ എന്തുണ്ട് കൂടിക്കൊണ്ട് ഇരിക്കുകയാണ്. ഓക്കെ. അക്കോർഡിംഗ് ടു മെഡിക്കൽ സർട്ടിഫിക്കേഷൻ ഓഫ് കോസ് ഓഫ് ഡെത്ത് ഡേറ്റ 25.1% ഓഫ് ടോട്ടൽ ഡെത്ത് ഇൻ അർബൻ ഏരിയ ആർ കോൺട്രിബ്യൂട്ടഡ് ബൈ കൊറോണറി ഹാർട്ട് ഡിസീസ്. കൊറോണറി ഹാർട്ട് ഡിസീസ് കൊണ്ടാണ് 25.1% ഡേറ്റും ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയുടെ കാര്യമാണ് കേട്ടോ ഈ കൊടുത്തിരിക്കുന്നത്. സോ 25.1% ഓഫ് ടോട്ടൽ ഡെത്ത് ഇൻ അർബൻ ഏരിയ ആർ ആട്രിബ്യൂട്ടബിൾ ടു ഡിസീസ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം. അപ്പോൾ നമുക്ക് പറയാം മോർട്ടാലിറ്റി റേറ്റ് ഡ്യൂ ടു CHD എന്ന് പറയുന്നത് അർബൻ ഏരിയയിൽ ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ റൂറൽ ഏരിയയിലും എന്താവുന്നുണ്ട് കൂടിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. സോ therefore it was assumed that mortality rate due to CHD in rural area are expected to be half of CHD specific mortality rate in അർബൻ ഏരിയ. ഇപ്പോൾ അർബൻ ഏരിയയുടെ ഒരു റേറ്റ് ഇപ്പോൾ 25.1 അല്ലെങ്കിൽ 25 ആണെങ്കിൽ അതിൻ്റെ ഹാഫാണ് ഇത് അർബനിലാണെങ്കിൽ അതിൻ്റെ ഹാഫ് ആയിരിക്കും എന്ത് റൂറൽ ഏരിയയിൽ. അപ്പോൾ അതും കൂടിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അർബൻ ഏരിയയിലാണ് കൂടുതലും കൊറോണറി ഹാർട്ട് ഡിസീസ് വരുന്നത് അല്ലെങ്കിൽ കാണുന്നത്, റൂറൽ ഏരിയയിൽ കുറവാണ്. ബട്ട് അതും കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ ഒന്ന് നോക്കാം. അതായത് എന്തൊക്കെ കൊണ്ടാണ് ഈ കൊറോണറി ഹാർട്ട് ഡിസീസസ് വരുന്നത്. ഓക്കെ, കൊറോണറി ഹാർട്ട് ഡിസീസ്. ഓക്കെ, അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ മൾട്ടി ഫാക്ടോറിയൽ ആണ്. അതായത് ഒരു ഫാക്ടർ കൊണ്ട് മാത്രം വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പല ഫാക്ടേഴ്സ് കാരണം അല്ലെങ്കിൽ പല കോസസ് കൊണ്ടായിരിക്കാം എന്ത് വരുന്നത് ഈ കൊറോണറി ഹാർട്ട് ഡിസീസസ് വരുന്നത്. ഓക്കെ, അപ്പം പ്രസൻസ് ഓഫ് ഓൺലി any one of the risk factor places an individual in a high risk category for developing CHD. അപ്പോൾ ഏതെങ്കിലും ഒരു റിസ്ക് ഫാക്ടർ ഉണ്ടെങ്കിൽ പോലും നമുക്കതെന്താണ് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ആ കൊറോണറി ഹാർട്ട് ഡിസീസ് ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ള ആ ഒരു റിസ്ക് കാറ്റഗറി തന്നെ നമ്മളതിനെ പ്ലേസ് ചെയ്യും. ഇനി റിസ്ക് ഫാക്ടറിൻ്റെ എണ്ണം കൂടുന്നതനുസരിച്ച് എന്ത് പറ്റും ഡെവലപ്പ് ചെയ്യാം, കൊറോണറി ഹാർട്ട് ഡിസീസ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസും കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ റിസ്ക് ഫാക്ടർ ഒരെണ്ണം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഹയർ റിസ്ക് കാറ്റഗറിയിലായിരിക്കും പ്ലേസ് ചെയ്യുക. ഇനി റിസ്ക് ഫാക്ടറിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ 1, 2, 3 റിസ്ക് ഫാക്ടർ ഒരാൾക്കുണ്ടെങ്കിൽ അവരെ നമുക്ക് അവരുടെ ആ ചാൻസ് കൊറോണറി ഹാർട്ട് ഡിസീസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കൊറോണറി ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ ഡിസീസസ് വരാനുള്ള മെയിനായിട്ടുള്ള കാരണങ്ങളൊക്കെ. ഓക്കെ,
അതിലെല്ലാം പലതുണ്ട്. കാർഡിയോമയോസൈറ്റ് ഡിസ്ഫങ്ഷനിങ് ഉണ്ട്, എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷനിങ് ഉണ്ട്, സബ് ക്ലിനിക്കൽ അതെറോസ്ക്ലിറോസിസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് കാർഡിയോവാസ്കുലർ ഡിസീസസിൽ വരുന്നത്. അതിൽ തന്നെ ഒരുപാട് കണ്ടീഷൻസ് വരുന്നുണ്ട് കേട്ടോ. അതിൽ മെയിൻ കോസസ് എന്ന് പറയുന്നത് ഹൈപ്പർ ടെൻഷൻ, ഒബിസിറ്റി, സ്മോക്കിംഗ് ഒരു റിസ്ക് ഫാക്ടറാണ് മെയിൻ ആയിട്ടുള്ള, ഡയബറ്റിസ്, ഡിസ്ലിപ്പിഡീമിയ, അതേപോലെ ഫിസിക്കൽ ഇനാക്ടിവിറ്റി, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പിന്നെ ചിലർക്ക് ഡിപ്രഷൻ കൊണ്ടും ഓട്ടോഇമ്മ്യൂൺ ഡിസീസസ് കൊണ്ടൊക്കെ ഉണ്ടാവാറുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് വഴി എന്തുണ്ടാവാറുണ്ട്, ഈ CVD ഉണ്ടാവാറുണ്ട്. പിന്നെ ലോ ഈസ്ട്രജൻ സ്റ്റേറ്റ്സ് വരുന്ന സമയത്തും എന്തുണ്ടാവാറുണ്ട്, കാർഡിയോവാസ്കുലർ ഡിസീസസ് കോസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ പല കണ്ടീഷൻ കൊണ്ടും കാർഡിയോവാസ്കുലർ ഡിസീസ് ഉണ്ടാവും. അതിൽ തന്നെ കൊറോണറി ഹാർട്ട് ഡിസീസ്, അതായത് ബ്ലോക്ക് ഉണ്ടാവാനുള്ള മെയിൻ കാരണങ്ങളാണ് ഇനി നമ്മൾ നോക്കുന്നത്, ദാറ്റ് ഇസ് റിസ്ക് ഫാക്ടേഴ്സിൽ നോക്കുന്നത്. അതിൽ മെയിൻ ആയിട്ടും ഇത്രയും റിസ്ക് ഫാക്ടേഴ്സ് ആണ്. അതിൽ തന്നെ നോട്ട് മോഡിഫയബിളും മോഡിഫയബിളും ഉണ്ട്. നോട്ട് മോഡിഫയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ഓക്കെ, മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത ഇതാണ്. ബട്ട് മോഡിഫയബിൾ എന്താണ്, നമുക്ക് ട്രൈ ചെയ്താൽ എന്ത് ചെയ്യാം, വി ക്യാൻ ചേഞ്ച് ദീസ് റിസ്ക് ഫാക്ടേഴ്സ്. അത് ഒരു പോസിറ്റീവ് ആക്കി നമുക്ക് മാറ്റാൻ പറ്റും. അപ്പം നോട്ട് മോഡിഫയബിളിൽ വരുന്നതാണ് ഏജ്, സെക്സ്, ഫാമിലി ഹിസ്റ്ററി, ജനറ്റിക് ഫാക്ടേഴ്സ്, പേഴ്സണാലിറ്റി. ഇതൊക്കെ എന്തിൽ വരുന്നതാണ്, നോട്ട് മോഡിഫയബിളിനകത്ത് വരുന്നതാണ്. സോ ഇനി മോഡിഫയബിളിൽ വരുന്നതാണ് സിഗരറ്റ് സ്മോക്കിംഗ്. നമ്മുടെ ഹാബിറ്റ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, മോഡിഫൈ ചെയ്യാം. ലൈക്ക് സിഗരറ്റ് സ്മോക്കിംഗ്, ഹൈ ബ്ലഡ് പ്രഷർ, അത് നമ്മുടെ ഹാബിറ്റ് കൊണ്ട് ഉണ്ടാവുന്നതായിരിക്കാം. ഹൈ ബ്ലഡ് പ്രഷർ അത് നമ്മളൊന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ റെഡ്യൂസ് അല്ലെങ്കിൽ വി ക്യാൻ ചേഞ്ച് ദ ബ്ലഡ് പ്രഷർ. അതുകൊണ്ടാണ് അതിനെ നമ്മൾ മോഡിഫയബിളിൽ ഇട്ടേക്കുന്നത്. പിന്നെ എലിവേറ്റഡ് സിറം കൊളസ്ട്രോൾ, അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഡയബറ്റിസ്, ഒബിസിറ്റി, സെഡൻഡറി ഹാബിറ്റ്, സ്ട്രെസ്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിനെയാണ് ഈ മോഡിഫയബിളിനകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്ന റിസ്ക് ഫാക്ടേഴ്സ്. ഏതൊക്കെയാണത്, സിഗരറ്റ് സ്മോക്കിംഗ്, ഹൈ ബ്ലഡ് പ്രഷർ, ഹൈ സിറം കൊളസ്ട്രോൾ ലെവൽ, ഡയബറ്റിസ്, ഒബിസിറ്റി, സെഡൻഡറി ഹാബിറ്റ് ആൻഡ് സ്ട്രെസ്. വി ക്യാൻ ചേഞ്ച് ദിസ് അല്ലെങ്കിൽ വി ക്യാൻ മോഡിഫൈ ദീസ് റിസ്ക് ഫാക്ടേഴ്സ്. പിന്നെ അല്ലാതെ വരുന്നതാണ് ഏജ്, സെക്സ്, ഫാമിലി ഹിസ്റ്ററി, ജനറ്റിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ട് നമുക്ക് കിട്ടുന്നത്, പേഴ്സണാലിറ്റി. ഇതൊക്കെ നമുക്ക് എന്താണ് പെട്ടെന്നൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഏജ് ഒന്നും നമുക്കൊന്നും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അല്ലേ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ഏജ് കൊണ്ടുണ്ടാവുന്നത് നമുക്ക് റെഡ്യൂസ് ചെയ്യിക്കാൻ പറ്റും. അങ്ങനെയുള്ളൂ. ഓക്കെ, സോ നമുക്കിനി ഓരോന്നായിട്ട് നോക്കാം. ഇന്ന് നമ്മൾ സ്മോക്കിങ്ങിനെ പറ്റിയാണ് കേട്ടോ നോക്കാം. സ്മോക്കിംഗ് നോക്കുകയാണെങ്കിൽ നമ്മൾ സാധാ സൂയിസൈഡ് പോലാണ് സ്മോക്കിംഗ്. അതായത് നമ്മൾ സ്മോക്ക് ചെയ്ത് നമ്മൾ തന്നെ എന്താണ് ആത്മഹത്യ ചെയ്യാണ്. സ്മോക്കിങ്ങിലൂടെ നമ്മൾ സ്വയം ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലാണ്. അതായത് സ്മോക്കിംഗ് കാരണം നമുക്ക് ഒരുപാട് പല ഡിസീസ് ഉണ്ടാവും. അതായത് കാർഡിയോവാസ്കുലർ ഡിസീസ് ഒരുപാട് ഉണ്ടാവുകയും നമ്മൾ അങ്ങനെ ഫൈനലി ഡെത്ത് ആവുകയും ചെയ്യും. അപ്പോൾ എന്താണ്, അതൊരു ആത്മഹത്യ തന്നെയാണ്. നമ്മൾ പർപ്പസ്ഫുള്ളി സ്മോക്ക് ചെയ്ത് നമ്മൾ അവസാനം മരിക്കുകയാണ് ചെയ്യുക. സോ ഇറ്റ് ഈസ് കൺസിഡർ ആസ് എ സൂയിസൈഡ്. ഒരു സൂയിസൈഡ് പോലെ നമുക്ക് കൺസിഡർ ചെയ്യാം സ്മോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണ്, സ്മോക്കിംഗ് ഒരു ഹാബിറ്റിൽ വരുന്നതാണ്, ഹ്യൂമൻ ഹാബിറ്റിൽ വരുന്നതാണ്, വിച്ച് ഇസ് വൺ ഓഫ് ദ റിസ്ക് ഫാക്ടർ ഓഫ് കൊറോണറി ഹാർട്ട് ഡിസീസ്. കൊറോണറി ഹാർട്ട് ഡിസീസിൻ്റെ ഒരു വൺ ഓഫ് ദ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ഈ സ്മോക്കിംഗ് തന്നെയാണ്. ഓക്കെ, അപ്പം അത് കാരണം സ്മോക്കിംഗ് കൊണ്ട് നമുക്ക് എങ്ങനെ കൊറോണറി ഹാർട്ട് ഡിസീസ് വരും എന്ന് നോക്കുകയാണെങ്കിൽ, ഒന്ന് കാർബൺ മോണോക്സൈഡ് ഇൻഡ്യൂസ് അതെറോജനസിസ്. അതെറോജനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്ലഡ് വെസലിൽ നമ്മൾ ഡെപ്പോസിഷൻ, ലിപ്പിഡ് ഡെപ്പോസിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ബ്ലോക്ക് ഉണ്ടാവുക, ഇതിൻ്റെ ഉള്ളിൽ ലിപ്പിഡ് ഡെപ്പോസിഷൻ നടക്കുന്നതിനെയാണ് നമ്മൾ അതെറോജനസിസ് അല്ലെങ്കിൽ അതെറോസ്ക്ലിറോസിസ് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പം കാർബൺ മോണോക്സൈഡ് കാരണം, അതായത് നമ്മൾ സ്മോക്ക് ചെയ്യുന്നത് വഴി ഉണ്ടാകുന്ന കാർബൺ മോണോക്സൈഡ് കാരണം എന്ത് ചെയ്യാൻ പറ്റും, അത് കാരണം ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടാവാറുണ്ട്. സോ അതാണ് സ്മോക്കിംഗ് കൊണ്ട് ഉണ്ടാവുന്ന ഒന്നെന്ന് പറയുന്നത് കാർബൺ മോണോക്സൈഡ് ഇൻഡ്യൂസ്ഡ് അതെറോജനസിസ് ആവാം. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഈ ടൊബാക്കോയിലൊക്കെ ഉള്ള നിക്കോട്ടിൻ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടുള്ള അതെറോസ്ക്ലിറോസിസ് അല്ലെങ്കിൽ അതെറോജനസിസ് ആവാം. ഓക്കെ, സോ നിക്കോട്ടിൻ സ്റ്റിമുലേഷൻ ഓഫ് അതെറോജനിക് ഡ്രൈവ് റൈസിങ് ബോത്ത് ബ്ലഡ് പ്രഷർ ആൻഡ് മയോകാർഡിയൽ ഓക്സിജൻ ഡിമാൻഡ്. അപ്പം നിക്കോട്ടിൻ എന്താണ് ചെയ്യാം, ഇറ്റ് സ്റ്റിമുലേറ്റ് ദ അതെറോജനറ്റിക് ഡ്രൈവ്. എങ്ങനെയൊക്കെയാണ്, ബൈ ഇൻക്രീസിങ് ദ ബ്ലഡ് പ്രഷർ ആസ് വെൽ ആസ് മയോകാർഡിയൽ ഓക്സിജൻ ഡിമാൻഡും ഇൻക്രീസ് ചെയ്യിക്കും. ഓക്കെ, പിന്നെ ലിപ്പിഡ് മെറ്റബോളിസം വിത്ത് ഫോൾ ഇൻ പ്രൊട്ടക്റ്റീവ് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ HDLന്റെ എമൗണ്ട് കുറവായിരിക്കും, ഫോൾ ഉണ്ടാവും. നമുക്ക് അത് കൂടി നിന്നാൽ അത് ഗുഡ് കൊളസ്ട്രോൾ ആണ്, നമുക്ക് പ്രശ്നമില്ല. ബട്ട് HDLന്റെ എമൗണ്ട് കുറയ്ക്കും.
ഈ സ്മോക്കിംഗ് വഴി ലിപ്പിഡ് മെറ്റബോളിസത്തിൽ എന്തുണ്ടാവും, ചേഞ്ച് ഉണ്ടാവുകയും ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ അല്ലെങ്കിൽ ഗുഡ് കൊളസ്ട്രോൾ എന്ന് പറയും, അതിൻ്റെ എമൗണ്ട് എന്തായിരിക്കും, ഫോൾ അല്ലെങ്കിൽ കുറവായിരിക്കും ഉണ്ടാവുക. സോ ഇങ്ങനത്തെ ഇത്രയും കാരണങ്ങൾ കൊണ്ടും നമുക്ക് സ്മോക്കിംഗ് വഴി എന്തുണ്ടാവും, കൊറോണറി ഹാർട്ട് ഡിസീസ് കോസ് ചെയ്യും. സോ കൊറോണറി ഹാർട്ട് ഡിസീസ് സ്മോക്കിംഗ് വഴി ഉണ്ടാവുന്നത് ഏകദേശം 25% സ്മോക്കിംഗ് വഴിയായിരിക്കും. അണ്ടർ 65 years ഓഫ് ഏജ് ഇൻ മെൻ. ആണുങ്ങളിൽ 65 വയസ്സ് താഴെയുള്ളവരെ എടുത്ത് നോക്കുകയാണെങ്കിൽ, അവരുടെ ഡെത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ 25% ഡെത്തും സ്മോക്കിംഗ് കൊണ്ട് ഉണ്ടായിട്ടുള്ള ഡെത്ത് ആയിരിക്കും. ഓക്കെ, അപ്പം സിഗരറ്റ് സ്മോക്കിംഗ് വഴി നമുക്ക് മെയിനായിട്ടും എന്താണ്, സഡൻ ഡെത്ത് ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. എസ്പെഷ്യലി മെൻ അണ്ടർ 15 years ഏജ്. 50 years ഏജ് അണ്ടർ ആയിട്ടുള്ള മെന്നിന് ഈ സ്മോക്കിംഗ് കാരണം കൊറോണറി ഹാർട്ട് ഡിസീസ് ഉണ്ടാവുകയും അതുവഴി ഡെത്ത് ഉണ്ടാവാറുണ്ട്. Okay, so the degree of risk of developing CHD is directly related to the number of cigarettes smoked per days. അതായത് ഒരുപാട് സിഗരറ്റ് ഒരു ഡേ തന്നെ വലിച്ച് കൂട്ടുകയാണെങ്കിൽ എന്ത് പറ്റും, റിസ്ക് ഓഫ് CHD ഇൻക്രീസ് ചെയ്യും. അപ്പം നമ്പർ ഓഫ് സിഗരറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്ന അനുസരിച്ച് റിസ്ക് ഓഫ് CHDയും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ സിഗരറ്റ് സ്മോക്കിംഗ് അല്ലെങ്കിൽ സ്മോക്കിംഗ് വരികയാണെങ്കിൽ എന്താണ് മെയിനായിട്ടും സ്മോക്കിംഗ് കാരണം നമുക്ക് CHD ഉണ്ടാവാറുണ്ട്, കൊറോണറി ഹാർട്ട് ഡിസീസ് ഉണ്ടാവാറുണ്ട്. ഒന്നെങ്കിൽ കാർബൺ മോണോക്സൈഡ് ഇൻഡ്യൂസ് അതെറോജനസിസ് ആയിരിക്കും, അല്ലെങ്കിൽ നിക്കോട്ടിൻ സ്റ്റിമുലേഷൻ വഴിയായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ്റെ എമൗണ്ട് കുറവായിരിക്കും. സോ ഇങ്ങനെ ഇത്രയും രീതിയിലായിരിക്കും കൊറോണറി ഹാർട്ട് ഡിസീസ് നമുക്ക് സ്മോക്കിങ്ങിലൂടെ വരുന്നത്. അതിൻ്റെ റേഷ്യോ നോക്കുകയാണെങ്കിൽ 25% ഓഫ് CHD ഡെത്തും സ്മോക്കിംഗ് കാരണമാണ് ഉണ്ടാവുന്നത്. ആൻഡ് നമ്പർ ഓഫ് സിഗരറ്റ് ടേക്കൺ പെർ ഡേ എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഇൻക്രീസസ് എന്തുണ്ടാവും, ഇറ്റ് ഓൾസോ ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് കൊറോണറി ഹാർട്ട് ഡിസീസ്. സോ ദ റിസ്ക് ഓഫ് ഡെത്ത് ഫ്രം കൊറോണറി ഹാർട്ട് ഡിസീസ് ഡിക്രീസ് ഓൺ സിസേഷൻ ഓഫ് സ്മോക്കിംഗ്. നമ്മൾ പുക വലിക്കുന്നത് കുറയ്ക്കുന്ന അനുസരിച്ച് എന്ത് പറ്റും, റിസ്ക്കും കുറയും. അതായത് കൊറോണറി ഹാർട്ട് ഡിസീസ് ഡെവലപ്പ് ചെയ്യുന്നതിനുള്ള റിസ്ക് അല്ലെങ്കിൽ അതും കുറയാറുണ്ട്. For those who have had a myocardial infarction, the risk of fatal recurrence may be reduced by 50% after giving up smoking. അതായത് ഒരു മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ MI ഉള്ള ഒരാൾക്ക് അല്ലെങ്കിൽ വന്നിട്ടുള്ള ഒരാൾക്ക് നമ്മൾ സ്മോക്കിംഗ് കുറയ്ക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്മോക്കിംഗ് നിർത്തുകയാണെങ്കിൽ അതായത് നമ്മളൊരു സ്മോക്കിംഗ് ഗിവ് അപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫാറ്റാലിറ്റി റേറ്റ് അല്ലെങ്കിൽ മരണം ഉണ്ടാവാനുള്ള ആ ഒരു ചാൻസ് 50% ആയിട്ട് എന്ത് ചെയ്യും, കുറയും. 50% കുറവായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഈസ് ഹൈപ്പർ ടെൻഷൻ. ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ ഹൈ ആയിരിക്കും. ഓക്കെ, സോ ദ ബ്ലഡ് പ്രഷർ ഈസ് ദ സിംഗിൾ മോസ്റ്റ് യൂസ്ഫുൾ ടെസ്റ്റ് ഫോർ ഐഡന്റിഫൈയിങ് ഇൻഡിവിജ്വൽ അറ്റ് എ ഹൈ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് CHD. ഓക്കെ, അപ്പോൾ CHDയുടെ റിസ്ക് അല്ലെങ്കിൽ അത് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ, ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് അല്ലെങ്കിൽ ഒരു സിംഗിൾ ടെസ്റ്റ് വെച്ച് നമുക്ക് നോക്കാവുന്നതാണ് ഈ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ. ബ്ലഡ് പ്രഷർ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഹൈ ആണെങ്കിൽ അതെന്താണ്, ചാൻസ് ഉണ്ട്, കൊറോണറി ഹാർട്ട് ഡിസീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ദാറ്റ് മീൻസ് ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ ആക്സലറേറ്റ് അല്ലെങ്കിൽ ഇൻക്രീസസ് ദ അതെറോസ്ക്ലിറോട്ടിക് പ്രോസസ്. അതായത് ആ ബ്ലഡ് വെസൽസിൽ വന്ന് ആ ലിപ്പിഡ്സ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ ഇൻക്രീസ് ചെയ്യിക്കാൻ ആര് ഹെൽപ്പ് ചെയ്യും, ആര് കാരണമാവും, ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഹൈ ബ്ലഡ് പ്രഷർ കാരണമാവും. സോ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, ഇറ്റ് ക്യാൻ ലീഡ്സ് ടു കൊറോണറി ഹാർട്ട് ഡിസീസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം ഹൈ BP അതിനോടൊപ്പം ഹൈപ്പർ ലിപ്പിഡീമിയയും കൂടെ ഉണ്ടെങ്കിൽ എന്താവും, ശുഭമാവും അല്ലേ, എന്ത് പറ്റും, കൊറോണറി ഹാർട്ട് ഡിസീസ് കൺഫേം ചെയ്യാം നമുക്ക്. സോ ഹൈ ബ്ലഡ് പ്രഷർ അതിൻ്റെ കൂടെ തന്നെ ഹൈപ്പർ ലിപ്പിഡീമിയയും കൂടെ ആണെങ്കിൽ നമുക്ക് ഉറപ്പാക്കാം എന്താണ്, നമുക്ക് കൊറോണറി ഹാർട്ട് ഡിസീസ് വരികയും ചെയ്യും, നമുക്ക് അതുകൊണ്ട് പല കാര്യങ്ങളും ഉണ്ടാവുകയും ചെയ്യും. ആൻഡ് ആ ബ്ലഡ് പ്രഷർ നമ്മൾ ചെക്ക് ചെയ്യുമ്പം നമുക്കറിയാം ഡയസ്റ്റോളിക് ആൻഡ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ വരുമല്ലോ. അതിലെ സിസ്റ്റോളിക് ആ ബ്ലഡ് പ്രഷറാണ് നമുക്ക് മെയിനായിട്ടും ഈ ഹൈപ്പർ ടെൻഷനിൽ നോക്കേണ്ടത് കേട്ടോ. സോ അതാണ് ഈ CHDനെ പ്രഡിക്റ്റ് ചെയ്യുന്നത്. അത് ഹൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ, നമുക്ക് വേണ്ട ലെവലിനേക്കാളും ഹൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, കൊറോണറി ഹാർട്ട് ഡിസീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറാണ് നമ്മൾ മെയിനായിട്ടും
പ്രെഡിക്റ്റർ ഓഫ് CHD ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ദാൻ ഡയസ്റ്റോളിക്. ഡയസ്റ്റോളിക്കിനെക്കാളും സിസ്റ്റോളിക് ആണ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. സിസ്റ്റോളിക്കിൻ്റെ ബ്ലഡ് പ്രഷർ ഹൈ ആയിട്ടിരിക്കുവാണെങ്കിലാണ് നമുക്ക് ഹാർട്ട് ഡിസീസ് വരാനുള്ള ചാൻസ് കൂടുതൽ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് പ്രഷർ ഹൈ ആയിരിക്കും. ഹൈ ബ്ലഡ് പ്രഷറും പ്ലസ് ഹൈപ്പർ ലിപ്പിഡീമിയയും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊറോണറി ഹാർട്ട് ഡിസീസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആൻഡ് ഈ ബ്ലഡ് പ്രഷറിൽ തന്നെ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ആയിരിക്കും നമുക്ക് മെയിനായിട്ട് പ്രെഡിക്റ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ എമൗണ്ട് ആണ് കൂടുതലെങ്കിൽ ചാൻസ് വളരെ കൂടുതലായിരിക്കും. കൊറോണറി ഹാർട്ട് ഡിസീസ് വരാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് സിറം കൊളസ്ട്രോൾ. സിറം കൊളസ്ട്രോൾ അതായത് നമ്മുടെ ബ്ലഡിലുള്ള കൊളസ്ട്രോളിൻ്റെ ലെവലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നോക്കിക്കേ. So 3 decades since it become clear that elevation of serum cholesterol അതായത് ബ്ലഡ് കൊളസ്ട്രോൾ ലെവൽ കൂടുതലാണെങ്കിൽ അതെന്താണ്? ഇറ്റ് ക്യാൻ കോസ് കൊറോണറി ഹാർട്ട് ഡിസീസ്. അപ്പം കൊറോണറി ഹാർട്ട് ഡിസീസിൻ്റെ വൺ ഓഫ് ദ റിസ്ക് ഫാക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് സിറം കൊളസ്ട്രോൾ ആണ്. അപ്പം സിറം കൊളസ്ട്രോളിൽ തന്നെ എല്ലാ കൊളസ്ട്രോളും അല്ല, ചില ആൾക്കാരാണ് ഈ കൊറോണറി ഹാർട്ട് ഡിസീസിന് കാരണമാവുന്നത് കേട്ടോ. സോ അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്ലഡ് കൊളസ്ട്രോളിൽ ലിപ്പിഡ് പ്രോട്ടീൻ ലെവൽ നോക്കുകയാണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് ഹൈ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ ലീഡ്സ് ടു കൊറോണറി ഹാർട്ട് ഡിസീസ്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് മെയിനായിട്ടും ലോ ഡെൻസിറ്റിയും ഹൈ ഡെൻസിറ്റിയും ഉണ്ട്. അതിൽ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ്റെ എമൗണ്ട് ആണ് കൂടുതലായിട്ട് നിൽക്കുന്നതെങ്കിലാണ് ഇറ്റ് ലീഡ്സ് ടു കൊറോണറി ഹാർട്ട് ഡിസീസ്. ഓക്കെ. അപ്പം കൊളസ്ട്രോൾ ലെവൽ ഗ്രേറ്റർ ദാൻ 200 mg ആണ് വരുന്നതെങ്കിൽ, ഗ്രേറ്റർ ദാൻ 200 ആണെങ്കിലാണ് റിസ്ക് കൂടുതൽ കേട്ടോ. അതായത് കൊറോണറി ഹാർട്ട് ഡിസീസ് വരാനുള്ള ചാൻസ് കൂടുതൽ എന്താണ്? കൊളസ്ട്രോൾ ലെവൽ 200 കൂടുതൽ വരികയാണെങ്കിലാണ്. ഓക്കെ, അവർക്കാണ് കുറച്ചും കൂടെ വരാൻ ചാൻസ് കൂടുതൽ. ആൻഡ് 14-year എക്സ്പീരിയൻസ് ഓഫ് 7 countries സ്റ്റഡി നോക്കുകയാണെങ്കിൽ സിറം കൊളസ്ട്രോൾ കോൺസെൻട്രേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് റിസ്ക് ഫാക്ടർ ആയിരിക്കും. ആൻഡ് ദ ലെവൽ പെർഹാപ്പ് 220 ഓർ മോർ. അപ്പം 200 അല്ലെങ്കിൽ 220 ഗ്രേറ്റർ ആയിട്ട് വരികയാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഹൈ റിസ്ക് ഫാക്ടർ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ത്രഷോൾഡ് ലെവലായിരിക്കും നമ്മൾ നോക്കുക. അപ്പോൾ കൊളസ്ട്രോളിൻ്റെ ആ ഒരു ഒപ്റ്റിമം ലെവൽ അതിൽ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് കൂടുതലായിരിക്കും. അപ്പോൾ അത് 220 അല്ലെങ്കിൽ 200 to 220 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതിൽ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കൊളസ്ട്രോളിൻ്റെ ലെവൽ അതിൽ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൊറോണറി ഹാർട്ട് ഡിസീസ് വരാനുള്ള റിസ്ക്കും കൂടുതലായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ത്രഷോൾഡ് ലെവൽ ഓഫ് കൊളസ്ട്രോൾ. അതാണ് ത്രഷോൾഡ് ലെവൽ എന്ന് പറയുന്നത്. ആ ഒരു പർട്ടിക്കുലർ ലെവലിൽ ബിയോണ്ട് അല്ലെങ്കിൽ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും? കൊറോണറി ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് എത്രയാണ്? 220 mg ആണ് വരുന്നത്. അപ്പോൾ ഇനി കൊളസ്ട്രോൾ നോക്കുകയാണെങ്കിൽ, കൊളസ്ട്രോളിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ടും അതായത് ലിപ്പോ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മളെ ലിപ്പിഡ്സില്ലേ, അതായത് ഫാറ്റ് അല്ലെങ്കിൽ ലിപ്പിഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ, ബ്ലഡിലൂടെ സർക്കുലേറ്റ് ചെയ്യണമെങ്കിൽ അത് പ്രോട്ടീൻസുമായിട്ട് എന്ത് ചെയ്യണം? അറ്റാച്ച് ചെയ്താൽ മാത്രമാണ് അത് ക്യാരി ചെയ്ത് പോകാൻ പറ്റും. സോ ഈ ലിപ്പിഡും പ്രോട്ടീനും കൂടെ ചേരുന്നതാണ് ലിപ്പോ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് തന്നെ പല ലിപ്പോ പ്രോട്ടീൻ വരുന്നുണ്ട്. ഒന്നെന്ന് പറയുന്നത് ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ഉണ്ട്, ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ വരുന്നുണ്ട്. പിന്നെ വെരി ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ വരുന്നുണ്ട്. അതേപോലെ ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ വരുന്നുണ്ട്, HDL. അപ്പോൾ അതിൽ ഈ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീനും അതേപോലെ വെരി ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീനുമാണ് മെയിനായിട്ടും ഈ അതെറോസ്ക്ലിറോസിസ് അല്ലെങ്കിൽ നമ്മുടെ കൊറോണറി ഹാർട്ട് ഡിസീസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നത്. ഇഫ് ദ ലെവൽ ഓഫ് ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ LDLൻ്റെ ലെവൽ കൂടുതലാണെങ്കിൽ നമുക്ക് CHD വരാനുള്ള ചാൻസ് അല്ലെങ്കിൽ അതും കൂടുതലായിരിക്കും. ക്ലിയർ? അപ്പോൾ ലിപ്പോ പ്രോട്ടീൻ എന്ന് പറയുന്നത് ലിപ്പിഡും പ്രോട്ടീൻ, ലിപ്പിഡിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പ്രോട്ടീനുമായിട്ട് അറ്റാച്ച് ചെയ്യും. സോ അങ്ങനെ ലിപ്പോ പ്രോട്ടീനായിട്ടായിരിക്കും അത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. സോ ഈ ലിപ്പോ പ്രോട്ടീൻ തന്നെ ലോ ഡെൻസിറ്റി ഉണ്ട്, വെരി ലോ ഡെൻസിറ്റി ഉണ്ട്, ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ഉണ്ട്. അല്ല ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ്റെ എമൗണ്ട് കൂടുതലാണെങ്കിൽ, ലെവൽ കൂടുതലാണെങ്കിൽ ഇറ്റ് ഈസ് ഡയറക്ട്ലി അസോസിയേറ്റഡ് ടു കൊറോണറി ഹാർട്ട് ഡിസീസ്. അതേപോലെ വെരി ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീനും എന്താണ്? പ്രീ മെച്ചുവേർഡ് ആയിട്ടുള്ള അതെറോസ്ക്ലിറോസിസിന് കാരണമാവാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ കൊറോണറി ഹാർട്ട് ഡിസീസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീനും വരുന്നുണ്ട്, വെരി ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീനും വരുന്നുണ്ട്. വെരി ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ പ്രീ മെച്ചുവേർഡ് അതെറോസ്ക്ലിറോസിസിന് കാരണമാവാറുണ്ട്. ഓക്കെ, അത് മെയിനായിട്ടും പെരിഫറൽ വാസ്കുലർ ഡിസീസ്, അതായത് ഇന്റർമിറ്റന്റ് ക്ലോഡിക്കേഷൻ, അതായത് നമ്മുടെ കാലിനൊക്കെ കുറേ ഇങ്ങനെ നടക്കുന്ന സമയത്തും നമുക്ക് കാലിലൊക്കെ ഭയങ്കര പെയിൻ വരും. മെയിനായിട്ട് കാഫ് ആംഗിൾ പോർഷൻ, അതിനെയാണ് നമ്മൾ ഇന്റർമിറ്റന്റ്
കോഡിക്കേഷൻ എന്ന് വിളിക്കുന്നത്. അതിന് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് നമുക്ക് വേണ്ടത്ര ബ്ലഡ് അങ്ങോട്ട് ഫ്ലോ ചെയ്ത് പോവാത്തത് കൊണ്ടാണ് ഈ ഇൻ്റർമീഡിയറ്റ് കോഡിക്കേഷൻ ഉണ്ടാവുന്നത്. സോ അതിന് കാരണം ഈ വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ്റെ എമൗണ്ട് ഹൈ ആവുന്നതുകൊണ്ടാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിപ്പോപ്രോട്ടീൻ. ലോ ഡെൻസിറ്റി ആൻഡ് വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ഹൈ ഡെൻസിറ്റി ഉണ്ട്, ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ഗുഡ് കൊളസ്ട്രോൾ. ഇതിനെയാണ് ഗുഡ് കൊളസ്ട്രോൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ എമൗണ്ട് ഹൈ ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ല, കൊറോണറി ഹാർട്ട് ഡിസീസസും അധികം വരില്ല. ഓക്കെ, സോ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ അല്ലെങ്കിൽ HDL എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗുഡ് കൊളസ്ട്രോൾ എന്ന് നമുക്ക് പറയാം. അവരെന്താണ്? ഇറ്റ് പ്രൊട്ടക്ട് എഗെയിൻസ്റ്റ് ദ ഡെവലപ്മെന്റ് ഓഫ് കൊറോണറി ഹാർട്ട് ഡിസീസ്. കൊറോണറി ഹാർട്ട് ഡിസീസിന് എഗെയിൻസ്റ്റ് പ്രൊട്ടക്ഷൻ ആയിട്ട് നിൽക്കുന്നവരാണ് ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. അപ്പോൾ അവരുടെ എമൗണ്ട് ഹൈ ആയിട്ട് ഇരിക്കുവാണെങ്കിൽ നമുക്ക് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻസ് വരാനുള്ള ചാൻസ് കുറവായിരിക്കും. ഓക്കെ, ആൻഡ് HDL ഷുഡ് ബി മോർ ദാൻ 40 mg/dl ആയിരിക്കണം. ഓക്കെ, ഡെസിലിറ്റർ ആയിരിക്കണം. അപ്പം HDLന്റെ എമൗണ്ട് എന്തായിരിക്കണം? മോർ ദാൻ 40 mg ആയിരിക്കണം വരേണ്ടത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ഹൈ ആയിട്ടിരിക്കുവാണെങ്കിൽ ഹൈ ആയിട്ടിരിക്കുവാണെങ്കിൽ റിസ്ക്കും എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഓക്കെ, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ കൂടുതലായിട്ട് നിൽക്കുവാണെങ്കിൽ റിസ്ക് എന്തായിരിക്കും? കുറവായിരിക്കും. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കാം. ഇനി നമുക്ക് റിസ്ക്, അതായത് കൊളസ്ട്രോളിൻ്റെ എമൗണ്ട് വാലുവേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അതായത് CHDയുടെ റിസ്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കുന്നതാണ് ടോട്ടൽ കൊളസ്ട്രോൾ HDL റേഷ്യോ. ടോട്ടൽ കൊളസ്ട്രോൾ ഈസ് ടു HDL റേഷ്യോ. അപ്പോൾ ആ റേഷ്യോ നോക്കുന്ന സമയത്ത് ഇഫ് ദ റേഷ്യോ ഇസ് ലെസ് ദാൻ 3.5 ആണെങ്കിൽ നമുക്ക് എന്താണ് CHD പ്രിവെൻഷൻ്റെ ഒരു സൈനായിട്ട് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ആ ഒരു വാല്യൂ ആണ്. അതായത് കൊളസ്ട്രോൾ, ടോട്ടൽ കൊളസ്ട്രോൾ ബൈ HDL നോക്കുമ്പോൾ ഇഫ് ദ വാല്യൂ ഇസ് ലെസ് ദാൻ 3.5 ദെൻ ഇറ്റ് ഈസ് ദ ക്ലിനിക്കൽ ഗോൾ എന്ന് നമുക്ക് പറയാം. അതായത് അങ്ങനെ വരുവാണെങ്കിൽ CHD നമുക്ക് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് നമുക്ക് മിനിമം ആയിരിക്കും. സോ ടോട്ടൽ കൊളസ്ട്രോൾ ഈസ് ടു HDL, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, ആ ഒരു റേഷ്യോ എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഇസ് ലെസ് ദാൻ 3.5 ദെൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? CHDനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അർത്ഥം HDLൻ്റെ എമൗണ്ട് കൂടുതലായിട്ട് നിൽക്കണം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ കൊളസ്ട്രോൾ ഈസ് ടു HDL. അപ്പോൾ HDLൻ്റെ എമൗണ്ട് കൂടുതലായിട്ട് നിൽക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? CHDനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇപ്പോൾ ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ ഈ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ വരും, വെരി ലോ ഡെൻസിറ്റി വരും, ഹൈ ഡെൻസിറ്റി വരും. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് ടോട്ടൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത്. സോ അതിൽ നിന്ന് HDL റേഷ്യോ നമ്മൾ നോക്കുമ്പോൾ ഇഫ് ദിസ് HDLൻ്റെ വാല്യൂ കൂടുതലാണെങ്കിൽ ഈ വാല്യൂ എന്ത് ചെയ്യും? കുറയുമല്ലേ? അതായത് 3.5നേക്കാളിലും കുറയും. സോ അങ്ങനെ കുറഞ്ഞു വരുവാണെങ്കിൽ നമുക്ക് കൊറോണറി ഹാർട്ട് ഡിസീസ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആണ് എന്ത് ചെയ്യുന്നത്? ഇറ്റ് പ്രിവെൻറ്റ് അല്ലെങ്കിൽ ഇറ്റ് ആക്ട് ആസ് എ പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ദ കൊറോണറി ഹാർട്ട് ഡിസീസസ്. So with newer technology, high density and low density lipoprotein have been further subdivided into subfraction. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ലിപ്പോപ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലിപ്പോപ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലിപ്പിഡ് പ്ലസ് പ്രോട്ടീൻ ആണ് അല്ലേ? ലിപ്പിഡ് പ്ലസ് പ്രോട്ടീൻ. ഓക്കെ, ഈ ലിപ്പിഡാണ് ഈ ലോ ഡെൻസിറ്റി ആയിട്ട് വരുന്നതും ഇതാണ് ഹൈ ഡെൻസിറ്റി ആയിട്ട് വരുന്നത്. അതിനകത്തുള്ള ഈ പ്രോട്ടീൻ പാർട്ടിനെ നമ്മൾ വിളിക്കുന്നതാണ് അപ്പോലിപ്പോപ്രോട്ടീൻ. അപ്പോലിപ്പോപ്രോട്ടീൻ ഏതാണ്? അപ്പോലിപ്പോപ്രോട്ടീൻ. സോ അപ്പോലിപ്പോപ്രോട്ടീൻ എന്ന് പറയുന്നത് ദ പ്രോട്ടീൻ പാർട്ടിനെയാണ് നമ്മൾ അപ്പോലിപ്പോപ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇതിലോട്ടാണ് ആ ലിപ്പിഡ് പാർട്ട് വന്ന് അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ അപ്പോലിപ്പോപ്രോട്ടീൻ A1 എന്ന് പറയുന്നത് HDL പ്രോട്ടീൻ ആണ്. HDL അതായത് ഹൈ ഡെൻസിറ്റി ലിപ്പിഡ് വന്ന് അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു പ്രോട്ടീൻ ആണ് ഏത്? അപ്പോലിപ്പോപ്രോട്ടീൻ A1. ഇനി ലോ ഡെൻസിറ്റി പ്രോട്ടീൻ ആണെന്ന് പറയുന്നതാണ് അപ്പോലിപ്പോപ്രോട്ടീൻ B. സോ നമ്മളിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിപ്പിഡിൻ്റെ എമൗണ്ട് നോക്കാതെ നമ്മൾ ഈ പ്രോട്ടീൻ്റെ എമൗണ്ട് ആയിരിക്കും നോക്കുക. ഓക്കെ, അപ്പം ബെറ്റർ പ്രഡിക്ഷന് വേണ്ടി CHDയുടെ ബെറ്റർ പ്രഡിക്ഷന് വേണ്ടി നമ്മൾ എന്ത് നോക്കും? ഈ അപ്പോലിപ്പോപ്രോട്ടീൻ്റെയും അതേപോലെ A1ൻ്റെയും അതേപോലെ Bയുടെയും വാലുവേറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ? അപ്പോൾ അതിനേക്കാളും അതായത് നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ HDL ആണ്. HDL കൊളസ്ട്രോൾ അല്ലെങ്കിൽ LDL കൊളസ്ട്രോളിൻ്റെ ലെവൽ നോക്കുന്നതിന് പകരം വി ക്യാൻ ചെക്ക് ദ അപ്പോലിപ്പോപ്രോട്ടീൻ A1 ആൻഡ് അപ്പോലിപ്പോപ്രോട്ടീൻ B. ക്ലിയർ ആണല്ലോ? സോ ദ ലെവൽ ഓഫ് പ്ലാസ്മ അപ്പോലിപ്പോപ്രോട്ടീൻ A1 വിച്ച് ഇസ് ദ HDL പ്രോട്ടീൻ ആണ്.
അപ്പോൾ ലിപ്പോപ്രോട്ടീൻ ബി എന്താണ്? LDL പ്രോട്ടീൻ ആണ്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇറ്റ് ക്യാൻ പ്രെഡിക്റ്റ് ദ CHD, അതായത് കൊറോണറി ഹാർട്ട് ഡിസീസ് ദാൻ HDL ആൻഡ് LDL. അപ്പം LDL ടോട്ടൽ കൊളസ്ട്രോൾ നോക്കുന്നതിന് പകരം വി ക്യാൻ ചെക്ക് ദ പ്രോട്ടീൻ ലെവൽ നോക്കാൻ പറ്റും. ക്ലിയർ ആണല്ലോ? സോ അപ്പോൾ ഇവിടെ ഓർക്കേണ്ടത് അപ്പോൾ ലിപ്പോപ്രോട്ടീൻ A1 ആണ് HDLന്റെ പ്രോട്ടീൻ, അപ്പോൾ ലിപ്പോപ്രോട്ടീൻ ബി ആണ് LDLന്റെ പ്രോട്ടീൻ. ഓക്കെ ആണല്ലോ? അപ്പം നമുക്ക് അപ്പോൾ ലിപ്പോപ്രോട്ടീൻ്റെ എമൗണ്ട് നോക്കാം. ആർക്ക് പകരം? ലിപ്പോപ്രോട്ടീൻ ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ എമൗണ്ട് നോക്കുന്നതിന് പകരം വി ക്യാൻ മെഷർ ദ അപ്പോൾ ലിപ്പോപ്രോട്ടീൻ. അതുവഴി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും റിസ്ക് ഓഫ് കൊറോണറി ഹാർട്ട് ഡിസീസ്. ക്ലിയർ? അപ്പോൾ അതാണ് സിറം കൊളസ്ട്രോളിൽ വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയത് ഏതൊക്കെയാണ്? ആകെ നമ്മൾ 3 റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ആദ്യം നമ്മൾ കൊറോണറി ഹാർട്ട് ഡിസീസ് എന്താണെന്ന് നോക്കി. അതായത് ബ്ലോക്ക്, അതായത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ബ്ലോക്ക്, അതായത് ആർട്ടറിയിൽ എന്തുണ്ടാകും? ഫാറ്റ് ഡെപ്പോസിഷൻ ഉണ്ടായിട്ട് ബ്ലോക്ക് ഉണ്ടാവും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ മെയിനായിട്ടും കൊറോണറി ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ കൊറോണറി ആർട്ടറി ഡിസീസ് എന്നൊക്കെ വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് നോക്കിയത്. അപ്പോൾ ഇന്ന് പിന്നെ നമ്മൾ നോക്കിയത് അതിൻ്റെ ഫാക്ടേഴ്സ്. സ്മോക്കിംഗ് വിച്ച് ഇസ് വൺ ഓഫ് റിസ്ക് ഫാക്ടർ ആണ് സ്മോക്കിംഗ്. പിന്നെ നമ്മൾ നോക്കിയ ഹൈപ്പർ ടെൻഷൻ, ഹൈ ബ്ലഡ് പ്രഷർ, ഹൈപ്പർ ടെൻഷൻ നോക്കി. അതിൽ തന്നെ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് സിസ്റ്റോളിക് ആണ് കേട്ടോ. സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ആണ് നോക്കേണ്ടത്, അതാണ് കൺസിഡർ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ നോക്കിയതാണ് കൊളസ്ട്രോൾ, സിറം കൊളസ്ട്രോളിൻ്റെ ലെവൽ. അതിലെന്താണ് നോക്കേണ്ടത്? ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ഹൈ ആയിട്ട് നിൽക്കണം, അപ്പോഴായിരിക്കും റിസ്ക് കുറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അവരെ നമ്മളിപ്പോൾ റിപ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അപ്പോൾ ലിപ്പോപ്രോട്ടീനെ നോക്കുന്നുണ്ട്, ലിപ്പോപ്രോട്ടീൻ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നോക്കിയത്. അപ്പോൾ ഈ ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഇന്ന് പഠിച്ചതിനെ ബേസ് ചെയ്ത് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് അനദർ നെയിം ഫോർ കൊറോണറി ഹാർട്ട് ഡിസീസ്? കൊറോണറി ഹാർട്ട് ഡിസീസിൻ്റെ മറ്റൊരു പേര് ഇതിലേതാണ്? റൊമാറ്റിക് ഹാർട്ട് ഡിസീസ്, എക്സമിക് ഹാർട്ട് ഡിസീസ്, കാർഡിയോമയോപ്പതി, കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസ്. ഏതാണ്? കൊറോണറി ഹാർട്ട് ഡിസീസിന് നമ്മൾ 3 പേര് പറഞ്ഞിരുന്നു. എന്തൊക്കെയാണ്? കൊറോണറി ആർട്ടറി ഡിസീസ് എന്നും കൊറോണറി ഹാർട്ട് ഡിസീസ് എന്നും എസ്കമിക് ഹാർട്ട് ഡിസീസ് എന്നും വിളിച്ചിരുന്നു അല്ലേ? അപ്പം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ഇസ് കൊറോണറി ഹാർട്ട് ഡിസീസ് ഡിഫൈൻഡ്? കൊറോണറി ഹാർട്ട് ഡിസീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? ഒന്ന് നോക്കി. ഇമ്പയർമെന്റ് ഓഫ് ഹാർട്ട് ഫംഗ്ഷൻ ഡ്യൂ ടു ജനറ്റിക് ഫാക്ടർ, impairment of heart function due to inadequate blood flow to the heart, impairment of heart function due to viral infection, impairment of heart function due to excessive physical activity. ഇതിനെ എന്താണ്? ഇമ്പയർമെന്റ് ഓഫ് ഹാർട്ട് ഫംഗ്ഷൻ ഡ്യൂ ടു ഇൻഅഡിക്വേറ്റ് ബ്ലഡ് ഫ്ലോ ടു ദ ഹാർട്ട്. ഹാർട്ടിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഇൻഅഡിക്വേറ്റ് ആണെങ്കിൽ, പ്രോപ്പർ അല്ലെങ്കിൽ, അപ്പോൾ ഉണ്ടാവുന്ന കണ്ടീഷനാണ് കൊറോണറി ഹാർട്ട് ഡിസീസ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ബ്ലോക്കേജ് അല്ലെങ്കിൽ ഒരു ഒബ്സ്ട്രക്ഷൻ വരുന്ന സമയത്താണ് ഈ കൊറോണറി ഹാർട്ട് ഡിസീസ് അല്ലെങ്കിൽ ആ ഒരു ഇൻഅഡിക്വേറ്റ് ബ്ലഡ് ഫ്ലോ ഉണ്ടാവുന്നത്. സോ വിച്ച് ഓർഗനൈസേഷൻ ഹാസ് ഹൈലൈറ്റഡ് CHD ആസ് എ മോഡേൺ എപ്പിഡമിക്? ഏത് ഓർഗനൈസേഷനാണ് CHDനെ ഒരു മോഡേൺ എപ്പിഡമിക് ആയിട്ട് കൺസിഡർ ചെയ്തത്? ഏതാണ്? WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് CHDനെ ഒരു മോഡേൺ എപ്പിഡമിക് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് വൺ. Which of the following is not a manifestation of CHD? ഇതിൽ ഏതാണ് CHDയുടെ മാനിഫെസ്റ്റേഷൻ അല്ലാത്തത്? ആൻജിന പെക്ടോറിസ്, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻസ്, ഇറഗുലാരിറ്റി ഓഫ് ദ ഹാർട്ട് റിതം അല്ലെങ്കിൽ ഹാർട്ട് സ്ട്രോക്ക്. ഇതിലേതാണ്? സ്ട്രോക്ക് ആണ് അല്ലാത്തത് അല്ലേ? ബാക്കിയെല്ലാമാണ്. ആൻജിന പെക്ടോറിസും അതായത് ചെസ്റ്റ് പെയിനും മയോകാർഡിയൽ ഇൻഫ്രാക്ഷനും ഇറഗുലാരിറ്റി ഓഫ് ഹാർട്ട് റിതമും ഇതെല്ലാം എന്തിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ ഒരു ഔട്ട്കം ആണ്? കൊറോണറി ഹാർട്ട് ഡിസീസിൻ്റെ ഔട്ട്കം ആണ്. ബട്ട് സ്ട്രോക്ക് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഔട്ട്കം അല്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് കണ്ടീഷൻ ഈസ് സ്പെസിഫിക് ടു കൊറോണറി ഹാർട്ട് ഡിസീസ്? ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും സ്പെസിഫിക് ആയിട്ട് കൊറോണറി ഹാർട്ട് ഡിസീസ് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു എഫക്റ്റ്, അതായത് അതിൻ്റെ മാത്രമായിട്ടുള്ളൊരു എഫക്റ്റ് ഇതിലേതാണ്? നമ്മൾ ആൻജിന പെക്ടോറിസ് ഒക്കെ എന്താണ്? കൊറോണറി ഹാർട്ട് ഡിസീസ് വരുമ്പോൾ ഉണ്ടാവുന്നതാണ്. ബട്ട് സ്പെസിഫിക് ആയിട്ട് കൊറോണറി ഹാർട്ട് ഡിസീസിൽ സ്പെസിഫിക് ആയിട്ടുള്ളത് ഇതിലേതാണ്? ആൻജിന പെക്ടോറിസ്, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, സഡൻ ഡെത്ത്, കാർഡിയാക് ഫെയിലിയർ. ഇതിൽ ആൻജിന പെക്ടോറിസും സഡൻ ഡെത്തും കാർഡിയാക് ഫെയിലിയറും ഒക്കെ നമുക്ക് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവാം. അതായത് കൊറോണറി ഹാർട്ട് ഡിസീസ് കൊണ്ട് മാത്രം ഉണ്ടാവുന്നില്ല, വേറെ കണ്ടീഷൻസ് കൊണ്ട് ഉണ്ടാവാം. ബട്ട് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻസ് എന്ന് പറയുന്നത് എന്താണ്? ഇതിന് സ്പെസിഫിക് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
What other diseases can cause diagnostic confusion with CHD? CHD ആയിട്ട് diagnostic confusion വരുന്നത് ഇതിൽ ഏതൊക്കെ കണ്ടീഷൻ വെച്ചിട്ടാണ്? Rheumatic heart disease and cardiomyopathy, diabetes and hypertension, asthma and COPD, Alzheimer's disease and Parkinson disease. ഏതൊക്കെയാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്? ഏതൊക്കെയാണ്? റുമാറ്റിക് ഹാർട്ട് ഡിസീസും കാർഡിയോമയോപ്പതിയും ചേർന്നിട്ടാണ്. ഓക്കെ. വാട്ട് ഈസ് ദ പ്രൊപ്പോർഷണൽ മോർട്ടാലിറ്റി റേഷ്യോ? പ്രൊപ്പോർഷണൽ മോർട്ടാലിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? Proportion of all death attributed to a specific cause, the ratio of new cases to the population, the ratio of recovered cases to the total cases, the proportion of people living with the disease. ഇതെന്താണ്? All death attributes to a specific cause ആണ് പ്രൊപ്പോർഷണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ, ഹൗ ഡസ് CHD അഫക്റ്റ് ലൈഫ് എക്സ്പെക്റ്റൻസി? എന്താണ് ലൈഫ് എക്സ്പെക്റ്റൻസിയിൽ എന്ത് ചേഞ്ച് ആണ് CHD കൊണ്ടുവരുന്നത്? CHD എന്ത് ചേഞ്ച് ആണ് ലൈഫ് എക്സ്പെക്റ്റൻസിയിൽ കൊണ്ടുവരുന്നത്? എന്താണ്? ഇറ്റ് ഷോർട്ടൻ ദ ലൈഫ് എക്സ്പെക്റ്റൻസി. ലൈഫ് എക്സ്പെക്റ്റൻസിനെ ഷോർട്ടൻ ചെയ്യാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ CHD ഇൻസിഡൻസ് റേറ്റ്? CHD ഇൻസിഡൻസ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ എന്താണ്? The number of fatal cases only, the number of non-fatal cases, the sum of fatal and non-fatal case attack cases അല്ലെങ്കിൽ rates, the number of new cases per year. CHD ഇൻസിഡൻറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ സം ഓഫ് ഫേറ്റൽ ആൻഡ് നോൺ ഫേറ്റൽ അറ്റാക്ക് റേറ്റ്സിനെയാണ് നമ്മൾ CHD ഇൻസിഡൻസ് റേഷ്യോ അല്ലെങ്കിൽ റേറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വൈ ഈസ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു കമ്പ്യൂട്ട് അക്യുറേറ്റ് ഇൻസിഡൻസ് റേറ്റ് ഓഫ് CHD? നമുക്ക് കറക്റ്റായിട്ട് ഒരു അക്യുറേറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? Due to its various manifestation, due to the lack of medical record, due to low prevalence, due to under-reporting. ഏതാണ്? ഒരുപാട് മാനിഫെസ്റ്റേഷൻ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത് മാത്രമാണ് അല്ലെങ്കിൽ ഇത് കൊണ്ടാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റാത്തത്. ഒരുപാടുണ്ടല്ലോ, ചെസ്റ്റ് പെയിൻ വരുന്നവർക്കുണ്ട്, അല്ലെങ്കിൽ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ വരുന്നതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഒരു ഇൻസിഡൻറ്റ് റേറ്റ് അല്ലെങ്കിൽ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഇൻസിഡൻസ് റേറ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റാത്തത്. നെക്സ്റ്റ് വൺ, what can be used as a crude indicator of CHD incidence? CHD ഇൻസിഡൻസിൻ്റെ ഒരു ക്രൂഡ് ഇൻഡിക്കേറ്റർ ആയിട്ട് നമുക്ക് എന്തിനെ കൺസിഡർ ചെയ്യാം? പ്രിവലൻസ് റേറ്റ്, മോർട്ടാലിറ്റി റേറ്റ്, റിക്കവറി റേറ്റ്, ഹോസ്പിറ്റൽ അഡ്മിഷൻ റേറ്റ്. ഏതാണ്? മോർട്ടാലിറ്റി റേറ്റ്സ് ആണ് നമ്മൾ മെയിനായിട്ടും ഒരു ഇൻഡിക്കേറ്റർ ആയിട്ട് CHD ഇൻഡിക്കേറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഹൗ ക്യാൻ ദ പ്രിവലൻസ് ഓഫ് CHD ബി എസ്റ്റിമേറ്റഡ്? CHDയുടെ പ്രിവലൻസ് നമുക്ക് എങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും? ത്രൂ ഹോസ്പിറ്റൽ റെക്കോർഡ്സ്, ത്രൂ ക്രോസ് സെക്ഷണൽ സർവേ യൂസിങ് ECG ആൻഡ് ഹിസ്റ്ററി ഓഫ് ചെസ്റ്റ് പെയിൻ, ത്രൂ ഇന്റർവ്യൂസ് വിത്ത് പേഷ്യൻസ്, ത്രൂ ബ്ലഡ് ടെസ്റ്റ്. എങ്ങനെയാണ് നമ്മൾ ചെയ്യാം? ക്രോസ് സെക്ഷണൽ സർവേ വെച്ചിട്ടാണ്, യൂസിങ് ECG ആൻഡ് ഹിസ്റ്ററി ഓഫ് ചെസ്റ്റ് പെയിൻ വെച്ചിട്ടാണ് നമുക്ക് പ്രിവലൻസ് ഓഫ് CHD എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുക. വാട്ട് ഈസ് ദ കേസ് ഫറ്റാലിറ്റി റേറ്റ്? കേസ് ഫറ്റാലിറ്റി റേറ്റ് എന്ന് വെച്ചാൽ എന്താണ്? The proportion of attacks that are fatal within 28 days of onset, the proportion of people who recover from CHD, the proportion of new cases per year, the proportion of people living with CHD. എന്താണ് കേസ് ഫറ്റാലിറ്റി റേറ്റ്? ഫറ്റാലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ ഫേറ്റൽ ആവുന്ന ആ ഒരു കേസസ് ആണ് വരുന്നത്. അപ്പോൾ ഏതാണ്? ഇറ്റ് ഈസ് ദ പ്രൊപ്പോർഷൻ ഓഫ് അറ്റാക്ക് ദാറ്റ് ആർ ഫേറ്റൽ വിത്തിൻ 28 ഡേയ്സ് ഓഫ് ഓൺസെറ്റ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് വരിക. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് സഡൻ ഡെത്ത് അക്കോർഡിംഗ് ടു ദ ഇന്റർനാഷണൽ സൊസൈറ്റി ആൻഡ് ഫെഡറേഷൻ ഓഫ് കാർഡിയോളജി? അക്കോർഡിംഗ് ടു ഇന്റർനാഷണൽ സൊസൈറ്റി ആൻഡ് ഫെഡറേഷൻ ഓഫ് കാർഡിയോളജി അനുസരിച്ച് സഡൻ ഡെത്ത് എന്ന് വെച്ചാൽ എന്താണ്? ഡെത്ത് ഒക്കറിംഗ് ഇൻസ്റ്റന്റ്ലി ഓർ വിത്തിൻ 24 hours ഓഫ് അക്യൂട്ട് സിംറ്റം, ഡെത്ത് ഒക്കറിംഗ് ആഫ്റ്റർ 48 hours ഓഫ് അക്യൂട്ട് സിംറ്റം, ഡെത്ത്സ് ഒക്കറിംഗ് വിത്തിൻ എ വീക്ക് ഓഫ് അക്യൂട്ട് സിംറ്റം, ഡെത്ത്സ് ഒക്കറിംഗ് വിത്തിൻ എ മന്ത് ഓഫ് അക്യൂട്ട് സിസ്റ്റം. ഏതാണ്? ഇൻസ്റ്റന്റ്ലി ഓർ വിത്തിൻ 24 hours ഓഫ് അക്യൂട്ട് സിംറ്റം. അതാണ് എന്ത്? സഡൻ ഡെത്ത് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് ഹാസ് ബീൻ അട്രിബ്യൂട്ടഡ് ടു ദ ഡിക്ലൈൻ ഇൻ CHD മോർട്ടാലിറ്റി ഇൻ ദ US ആൻഡ് അതർ കൺട്രീസ്? എന്തുകൊണ്ടാണ് ഇപ്പം US-ലും അതർ കൺട്രീസിലും ഒക്കെ ഡിക്ലൈൻ ചെയ്ത് വരുന്നത്? എന്തുകൊണ്ട്? ചേഞ്ചസ് ഇൻ ലൈഫ് സ്റ്റൈൽ ആൻഡ് റിലേറ്റഡ് റിസ്ക് ഫാക്ടർ, ഇൻക്രീസ്ഡ് ജനറ്റിക് പ്രീഡിസ്പോസിഷൻ, റെഡ്യൂസ്ഡ് ഫിസിക്കൽ ആക്ടിവിറ്റി, ലാക്ക് ഓഫ് മെഡിക്കൽ ഇൻ്റർവെൻഷൻസ്. എന്താണ്? ചേഞ്ച് ഇൻ ലൈഫ് സ്റ്റൈൽ ആൻഡ് റിലേറ്റഡ് റിസ്ക് ഫാക്ടർ. റിലേറ്റഡ് റിസ്ക് ഫാക്ടറിലും ലൈഫ് സ്റ്റൈലിലും ഉണ്ടാകുന്ന ചേഞ്ചസ് കാരണമാണ് എന്ത് സംഭവിച്ചിരിക്കുന്നത്? ഡിക്ലൈൻ സംഭവിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് WHO മോണിക്ക പ്രോജക്റ്റ്?
മോണിക്ക പ്രോജക്റ്റിന്റെ പേർപ്പസ് എന്താണ്? To eliminate CHD worldwide, to monitor trend and determinants in cardiovascular disease, to provide free medical care for CHD patient, to distribute medication for CHD. ഏതാണ് വരിക? To monitor the trend അല്ലേ? To monitor the trend and determinants in cardiovascular diseases. ആ മോണിക്ക ഓർത്ത് വെച്ചിരിക്കണം കേട്ടോ. When CHD first emerged as a modern epidemic, which social classes were most affected? ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തിരിക്കുന്നത് ഏത് സോഷ്യൽ ക്ലാസ്സിലേക്കാണ്? ഏതായിരിക്കും? ലോവർ സോഷ്യൽ ക്ലാസ്സസ്, ഹയർ സോഷ്യൽ, മിഡിൽ സോഷ്യൽ, ഓൾ സോഷ്യൽ ക്ലാസ്സസ് ഈക്വലി. ഹയർ സോഷ്യൽ ക്ലാസ്സസിലേക്കാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് അല്ലേ? ഏറ്റവും കൂടുതൽ കാണുന്നത് ഹയർ സോഷ്യൽ ക്ലാസ്സസിലേക്കാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ മെനി ഡെവലപ്ഡ് കൺട്രീസ് വാട്ട് ഈസ് ദ കറന്റ് സ്റ്റാറ്റസ് ഓഫ് CHD? ഇപ്പോഴത്തെ പല ഡെവലപ്ഡ് കൺട്രീസിലെ കാര്യമാണ് ചോദിക്കുന്നത്. കറന്റ് സ്റ്റാറ്റസ് ഓഫ് CHD എങ്ങനെയാണ്? ഇറ്റ് ഈസ് നോ ലോങ്ങർ എ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം. ഇറ്റ് ഈസ് സ്റ്റിൽ പൊസസ് ദ ലാർജസ്റ്റ് പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം. ഇറ്റ് ഹാസ് ബീൻ ഇറാഡിക്കേറ്റഡ്. ഇറ്റ് ഈസ് ഓൺലി എ മൈനർ ഹെൽത്ത് കൺസേൺ. ഏതാണ് വരിക? ഇറ്റ് ഈസ് സ്റ്റിൽ പൊസസ് ദ ലാർജസ്റ്റ് ഹെൽത്ത് പ്രോബ്ലം. കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും ലാർജസ്റ്റ് പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം എന്ന് പറയുന്നത് കൊറോണറി ഹാർട്ട് ഡിസീസ് തന്നെയാണ്. Next one, where has there been a considerable increase in the prevalence of CHD in India? എവിടാണ് കൂടുതൽ, അതായത് കൂടുതൽ പ്രിവലൻസ് എവിടാണ് വരുന്നത്? റൂറൽ, അർബൻ, ബോത്ത് റൂറൽ ആൻഡ് അർബൻ ഈക്വലി, ഓൺലി ഇൻ ചിൽഡ്രൻ. എവിടാണ്? അർബനിലാണല്ലേ കൂടുതൽ. അർബനിലാണ് കൂടുതൽ, റൂറലിലും ഉണ്ട്, ബട്ട് അർബനിലാണ് കൂടുതൽ. ഹൗ ഡസ് ദ പ്രിവലൻസ് ഓഫ് CHD ഇൻ റൂറൽ ഏരിയ ഓഫ് ഇന്ത്യ കമ്പയർഡ് ടു അർബൻ ഏരിയ? എങ്ങനെ ആയിരിക്കും റൂറൽ ഏരിയയിലുള്ള CHDയുടെ എമൗണ്ട് അർബനിനെ കമ്പയർ ചെയ്യുമ്പോൾ? ഇറ്റ് ഈസ് ഹയർ ഇൻ റൂറൽ, ഇറ്റ് ഈസ് ലോവർ ഇൻ റൂറൽ, ഇറ്റ് ഈസ് ദ സെയിം ഇൻ ബോത്ത്, ഇറ്റ് ഈസ് നോൺ എക്സിസ്റ്റൻസ് ഇൻ റൂറൽ ഏരിയ. ഇറ്റ് ഈസ് ലോവർ ഇൻ റൂറൽ ഏരിയ. റൂറൽ ഏരിയയിൽ എന്താണ്? കുറവാണ്, ലോവർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഫാക്ടർ ഹാസ് അഫക്റ്റഡ് പീപ്പിൾ ഇൻ അർബൻ ഏരിയ മോർ ദാൻ ഇൻ റൂറൽ ഏരിയ കോൺട്രിബ്യൂട്ടിംഗ് ടു ദ ഇൻക്രീസ് ഇൻ CHD പ്രിവലൻസ്? അപ്പം അർബൻ ഏരിയയിലാണല്ലോ കൂടുതൽ, അപ്പോൾ അത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിരിക്കുക. ജനറ്റിക് ഫാക്ടർ, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, ആക്സസ് ടു ഹെൽത്ത് കെയർ. ഏതാണ് വരിക? ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടാണ്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ടാണ് അർബൻ ഏരിയയിൽ കൂടുതൽ വരുന്നത്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ സ്മോക്കിംഗ് ആൻഡ് CHD? സ്മോക്കിങ്ങും CHD ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്മോക്കിംഗ് ഹാസ് നോ എഫക്ട് ഓൺ CHD. സ്മോക്കിംഗ് ഈസ് എ മേജർ CHD റിസ്ക് ഫാക്ടർ. സ്മോക്കിംഗ് പ്രിവെന്റ് CHD. സ്മോക്കിംഗ് ഈസ് ഓൺലി റിലേറ്റഡ് ടു ലങ് ഡിസീസ്. ലങ് ഡിസീസ് മാത്രമല്ല, CHDയിലും റിസ്ക് ഫാക്ടർ തന്നെയാണ് സ്മോക്കിംഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഇസ് ദ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് CHD റിലേറ്റഡ് ടു നമ്പർ ഓഫ് സിഗരറ്റ് സ്മോക്ഡ് പെർ ഡേ? ഈസി ആണല്ലേ? അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്പർ കൂടുന്നതനുസരിച്ച് റിസ്ക്കും കൂടും. സോ ദ റിസ്ക് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദ നമ്പർ ഓഫ് സിഗരറ്റ് സ്മോക്ക്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ടു ദ റിസ്ക് ഓഫ് ഡെത്ത് ഫ്രം CHD ആഫ്റ്റർ സീസേഷൻ ഓഫ് സ്മോക്കിംഗ്? അതായത് സ്മോക്കിംഗ് നിർത്തി കഴിയുമ്പോൾ റിസ്ക് ഓഫ് ഡെത്ത് എന്ത് സംഭവിക്കും? ഇറ്റ് ഇൻക്രീസസ്, ഇറ്റ് റിമൈൻസ് ദ സെയിം, ഇറ്റ് ഡിക്രീസസ്, ഇറ്റ് ഫ്ലക്ച്വേറ്റ്സ്, ഇറ്റ് ഡിക്രീസസ്. കുറയല്ലേ? സ്മോക്കിംഗ് നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡെത്ത് വരാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. വാട്ട് ഈസ് ദ സിംഗിൾ മോസ്റ്റ് യൂസ്ഫുൾ ടെസ്റ്റ് ഫോർ ഐഡന്റിഫൈങ് ഇൻഡിവിജ്വൽ അറ്റ് എ ഹൈ റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് CHD? അപ്പോൾ നമ്മൾ ഒരേ ഒരു ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് റിസ്ക് ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അതേതാണ്? ബ്ലഡ് ഷുഗർ ലെവൽ, ബ്ലഡ് പ്രഷർ മെഷർമെന്റ്, ബോഡി മാസ് ഇൻഡെക്സ്, ECG. ഏത് വെച്ചിട്ടാണ്? റിസ്കിലാണോ എന്നറിയാൻ വേണ്ടി നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത് ബ്ലഡ് പ്രഷർ മെഷർമെന്റ് ആണ്. അത് വെച്ചിട്ട് നമുക്ക് പറയാം വരാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത്, ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത്. നമുക്ക് ചെസ്റ്റ് പെയിനോ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ കൂടുതലും ECG എടുക്കാറ്. അല്ലാതെ തന്നെ നമ്മൾ റെഗുലറായിട്ട് ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് കൺട്രോൾ ചെയ്തിട്ട് കുറയ്ക്കാൻ പറ്റും. കൂടുതലാവുകയാണെങ്കിൽ നമുക്ക് ചാൻസും ഉണ്ടല്ലേ, കൊറോണറി ഹാർട്ട് ഡിസീസ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. നെക്സ്റ്റ് വൺ, വിച്ച് ടൈപ്പ് ഓഫ് ബ്ലഡ് പ്രഷർ ഇസ് കൺസിഡർ എ ബെറ്റർ predictor for CHD? ഏതാണ്? സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ, ഡയസ്റ്റോളിക്, മീൻ ആർട്ടീരിയൽ പ്രഷർ, പൾസ് പ്രഷർ. ഏതാണ് നോക്കുക? സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ആണ് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത്. നെക്സ്റ്റ് വൺ, what has been identified as a major risk factor for the development of myocardial infarctions? Low serum cholesterol, high serum cholesterol, low blood pressure, high blood sugar. ഏതാണ്? ഹൈ സിറം കൊളസ്ട്രോൾ ആണ്. ഓക്കെ, ഹൈ ബ്ലഡ് പ്രഷറും ഹൈ സിറം കൊളസ്ട്രോളും ആണ്. ഇതിനകത്ത് ഓപ്ഷൻ ഏതാണ്? ഹൈ സിറം കൊളസ്ട്രോൾ ആണ്. വാട്ട് ലെവൽ ഓഫ് സിറം കൊളസ്ട്രോൾ ഈസ് ജനറലി അസോസിയേറ്റഡ് വിത്ത് എ ഹൈ റിസ്ക് ഓഫ് CHD?
ഹൈ റിസ്ക് ഓഫ് CHD ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിലേതാണ്? ഓക്കെ, ലെസ് ദാൻ 150, 150 to 180, ഗ്രേറ്റർ ദാൻ 200, 180 to 200 ഏതാണ് വരിക? ഗ്രേറ്റർ ദാൻ 200 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 220 ഒക്കെ വരുവാണെങ്കിൽ അത് ഹൈ റിസ്ക് ആണ്. വിച്ച് ടൈപ്പ് ഓഫ് ലിപ്പോപ്രോട്ടീൻ കൊളസ്ട്രോൾ ഇസ് പ്രൊട്ടക്റ്റീവ് അഗെയിൻസ്റ്റ് ദ ഡെവലപ്മെന്റ് ഓഫ് CHD? ഏത് ലിപ്പോപ്രോട്ടീൻ കൊളസ്ട്രോൾ ആണ് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷനിൽ വരുന്നത്? ലോ ഡെൻസിറ്റി, വെരി ലോ ഡെൻസിറ്റി, ഹൈ ഡെൻസിറ്റി, ഇന്റർമീഡിയറ്റ് ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. ഇതിലേതാണ്? ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ആണ്. ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the recommended HDL cholesterol level for CHD prevention? CHD prevention recommended ആയിട്ടുള്ള HCLന്റെ ലെവൽ എത്ര ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. HCLന്റെ ലെസ് ദാൻ 20, മോർ ദാൻ 40, ബിറ്റ്വീൻ 20 to 30, ബിറ്റ്വീൻ 30 to 40 ഏതാ വരിക? മോർ ദാൻ 40 ആയിരിക്കണം. HDLന്റെ എമൗണ്ട് മോർ ദാൻ 40 ആയിരിക്കണം. അപ്പോഴാണ് പ്രിവെന്റ് ചെയ്യാൻ പറ്റുക. വാട്ട് ഈസ് ദ റെക്കമെൻഡഡ് ക്ലിനിക്കൽ ഗോൾ ഫോർ ദ ടോട്ടൽ കൊളസ്ട്രോൾ പെർ HDL റേഷ്യോ ഫോർ CHD പ്രിവെൻഷൻ? കൊളസ്ട്രോൾ TC/HDL ആണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ കൊളസ്ട്രോൾ ബൈ HDL റേഷ്യോ എത്ര ആയിരിക്കണം? ലെസ് ദാൻ 2.5, ലെസ് ദാൻ 3.0, ലെസ് ദാൻ 3.5, ലെസ് ദാൻ 4.0. ലെസ് ദാൻ 3.5 ആയിരിക്കണം. ഓക്കെ, ലെസ് ദാൻ 3.5. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, so which protein are better predictor of CHD than LDL or HDL cholesterol level? HDL കൊളസ്ട്രോൾ ലെവലിനും LDL കൊളസ്ട്രോൾ ലെവലിനേക്കാളും നമ്മൾ പ്രഡിക്റ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇതിലേതാണ്? അപ്പോലിപ്പോപ്രോട്ടീൻ A1 ആൻഡ് അപ്പോലിപ്പോപ്രോട്ടീൻ B, ആൽബുമിൻ ആൻഡ് ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ ആൻഡ് ഹീമോഗ്ലോബിൻ, C റിയാക്റ്റീവ് പ്രോട്ടീൻ ആൻഡ് ഫെററ്റിൻ. ഇതിലേതാണ്? അപ്പോലിപ്പോപ്രോട്ടീൻ A1 ആൻഡ് അപ്പോലിപ്പോപ്രോട്ടീൻ B ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അതാണ് കൂടുതലും നല്ലത് കേട്ടോ. മറ്റേതിനേക്കാളിലും നമ്മൾ കൂടുതൽ ചെക്ക് ചെയ്യുന്നത് അപ്പോലിപ്പോപ്രോട്ടീൻ A1ഉം B ഉം ആണ്. A1 ആണ് HDL, B ആണ് LDL വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, which of the following statement is or are correct? The WHO considers CHD to be a modern epidemic. Myocardial infarction is not specific to CHD. Angina pectoris and sudden death can be manifestation of CHD. അപ്പോൾ ഇതിലേതാണ്? WHO കൺസിഡർ ചെയ്തിട്ടുണ്ട് മോഡേൺ എപ്പിഡമിക് ആയിട്ട്. ആൻജിന പെക്ടോറിസും സഡൻ ഹേർട്ടും എന്താണ്? ഒരു മാനിഫെസ്റ്റേഷൻ ആണ്. ബട്ട് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ എന്താണ്? ഈസ് സ്പെസിഫിക് ആണ്, നോട്ട് അല്ല. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. സോ 1 and 3 ആണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? The proportional mortality ratio measures the proportion of all death attributed to CHD. Mortality rate can be used as a crude indicator of CHD incidence. Age-specific death rate suggests a decrease in CHD incidence with age. ഇതിലേതാണ്? ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റ് എന്താണ്? കറക്റ്റ് ആണ് അല്ലേ? കറക്റ്റ് ആയിട്ടുള്ളതാണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ഇത് തെറ്റാണ് അല്ലേ? സോ 1 and 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഡിക്രീസ് അല്ല, ഇൻക്രീസ് ആണ് കേട്ടോ. അതായത് ഏജ് സ്പെസിഫിക് ഡെത്ത് റേറ്റ് സജസ്റ്റ് ദാറ്റ് ഇൻക്രീസ് ഇൻ CHD ഇൻസിഡൻസ് വിത്ത് ഏജ് ആണ്. Which of the following statement is or are incorrect? High level of serum cholesterol are associated with an increase in the risk of CHD. High density lipoprotein cholesterol is harmful and increase the risk of CHD. A total cholesterol by HCl ratio of less than 3.5 is recommended for CHD prevention. ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ് അല്ലേ? ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ HDL കൊളസ്ട്രോൾ ഈസ് ഹാംഫുൾ എന്ന് പറഞ്ഞു, അത് തെറ്റാണ് അല്ലേ? സോ ഇത് തെറ്റാണ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ്. പിന്നെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, ഹൈ ലെവൽ ഓഫ് സെറം കൊളസ്ട്രോൾ ആർ അസോസിയേറ്റഡ് വിത്ത് ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് CHD. ഇതും കറക്റ്റ് ആണ്. അപ്പൊ തെറ്റായിട്ടുള്ളത് ഏതാണ്? 2 only ആണ്. 2 only ആണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ കറക്റ്റ്? ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇതിലേതാണ്? പ്രിവലൻസ് ഓഫ് CHD can be estimated using cross-sectional survey and ECG evidence. The case fatality rate is defined as the proportion of attacks that are fatal within 28 days of onset. Smoking has no impact on risk of developing CHD. അപ്പോൾ പ്രിവലൻസ് ഓഫ് CHD നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ക്രോസ് സെക്ഷണൽ സർവേ യൂസ് ചെയ്തിട്ടാണ്. പിന്നെ കേസ് ഫെറ്റാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? പ്രൊപ്പോർഷൻ ഓഫ് അറ്റാക്ക് ദാറ്റ് ആർ ഫേറ്റൽ വിത്തിൻ 28 days ഓഫ് ഓൺസെറ്റ് ആണ്. ഇതെന്താണ്? തെറ്റാണല്ലേ? ഹാസ് ഇമ്പാക്റ്റ് ആണ്, നോ അല്ല. ഓക്കെ, ഹാസ് ഇമ്പാക്റ്റ്. അപ്പോൾ അതാണ് തെറ്റായിട്ടുള്ളത്. ഓപ്ഷൻ 1 and 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ്. അപ്പോൾ 1 and 2 ആണ് കറക്റ്റ് ആൻസർ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
Which of the following statement is or are correct? Systolic blood pressure is considered a better predictor of CHD than diastolic blood pressure. Apolipoprotein A1 and apolipoprotein B level are better predictor of CHD than HDL and LDL. Changes in lifestyle and related risk factor have contributed to the decline in CHD mortality in US. ഈ പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും എന്താണ് കറക്റ്റ് ആണ്. സോ ഓൾ ഓഫ് ദ എബ്. ഓക്കെ, സോ അപ്പോൾ എത്രയാണ് ഇന്നത്തെ നമ്മളെ ക്ലാസ്? ഇന്ന് നമ്മൾ എന്താണ് നോക്കിയത്? കൊറോണറി ഹാർട്ട് ഡിസീസ് ആണ്. അതായത് ആർട്ടറിയിൽ അല്ലെങ്കിൽ ബ്ലഡ് വെസൽസിൽ എന്തുണ്ടാവുന്നു? ലിപ്പിഡ് ഡെപ്പോസിഷൻ ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. അതുവഴി ബ്ലോക്ക് ഉണ്ടാവും. സോ ബ്ലഡ് ഫ്ലോ നന്നായിട്ട് നടക്കില്ല. സോ ഇതിനെയാണ് കൊറോണറി ഹാർട്ട് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കി. പിന്നെ അതിൽ നമ്മൾ മെയിനായിട്ട് ഇന്ന് നോക്കിയത് സ്മോക്കിങ്, ഹൈപ്പർ ടെൻഷനും അതേപോലെ സിറം കൊളസ്ട്രോളിൻ്റെ ലെവലുമാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ അത്രയാണ് മെയിനായിട്ട് ഇന്ന് നോക്കി. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ബാക്കി റിസ്ക് ഫാക്ടേഴ്സും എങ്ങനെയാണ് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നന്നായിട്ട് നോക്കാം. ഓക്കെ, അപ്പം എല്ലാവർക്കും ടോപ്പിക് ഓക്കെ ആണല്ലേ? അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു എവരിവൺ.